ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാൻ വേണ്ടി മാത്രം വരുന്നവർ അത് വളരെ ചുരുക്കമാണ്. അതെ. കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടും അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് അതിനെ ഒരു ചവിട്ടുപടിയായി കാണാനും ആഗ്രഹിക്കുന്ന ആളുകളാണ്. പഠിച്ച് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മൾ ഈ സ്റ്റുഡൻസിൻ്റെ ചെയ്യുമ്പോൾ ആദ്യം നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ? ലൈക്ക് ആർ യു പ്ലാനിങ് ടു കൺസിഡർ മൈഗ്രേഷൻ ഇൻ എ ലേറ്റർ സ്റ്റേജ് ഓർ യു ആർ കമ്മിങ് ഫോർ ലൈക്ക് എൻ എക്സ്പോഷർ? പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന നമ്മളുടെ ആൾക്കാരുടെ ഒരു ജനറൽ ആറ്റിറ്റ്യൂഡാണ് ചൽത്താ ഹെ, അല്ലെങ്കിൽ വി സീ ഇറ്റ് ലേറ്റർ, നമുക്ക് പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു ആറ്റിറ്റ്യൂഡുണ്ട്. ഓസ്ട്രേലിയയിൽ തന്നെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അവിടെ തന്നെ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകൾ, ഇന്റേൺഷിപ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ വന്ന് പഠിക്കുകയാണ് മൈഗ്രേറ്റ് ചെയ്യാനുള്ള എളുപ്പമാർഗം. അങ്ങനെയുണ്ട്. ഞാനവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ആദ്യമേ മനസ്സിലായി ഈ HR പോലത്തെ ഒരു മാനേജ്മെൻറ്റ് സൈഡിൽ ജോബ്സ് കിട്ടാൻ അവിടുത്തെ ക്വാളിഫിക്കേഷൻ അത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് യെസ്, സ്റ്റഡി ഈസ് ഗുഡ്, ലൈക്ക് അൺലെസ് യു ആർ ഇൻ എ വെരി ഹൈ ഡിമാൻഡ് ഒക്യുപ്പേഷൻ ആൻഡ് ദെൻ യു ആർ സ്റ്റഡിങ്, ലെറ്റ്സ് സേ യു ആർ ഗെറ്റിംഗ് എൻ ഓപ്പർച്യൂണിറ്റി ഇൻ IIM or IIT അല്ലെങ്കിൽ ഒരു ടോപ്പ് തിയറിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കിട്ടിയാൽ ദെൻ ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. കാരണം ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി കൂടും. നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ യെസ് പറയുന്ന പോലെ തന്നെ ഒരു മടിയില്ലാതെ നോ പറയുന്നു എന്ന് വരുന്ന പലരും പറയുന്നുണ്ട്. അതെന്താണ് അങ്ങനെ? സാധാരണ എല്ലാവരും ഒരാൾ വന്നു കഴിയുമ്പോൾ മാക്സിമം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്നാണല്ലോ. പക്ഷെ നിങ്ങൾ ചില പ്രൊഫൈൽസ് ഒക്കെ കണ്ടു കഴിയുന്ന ഉടനെ തന്നെ മുഖത്തടിച്ച പോലെ നോ പറയാ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതിൻ്റെ ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ കണ്ടു കഴിയുമ്പോഴായിരിക്കും ഓസ്ട്രേലിയയിൽ ഓൾറെഡി ഒരു കോഴ്സൊക്കെ എടുത്ത് സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ മനസ്സിലാക്കുന്നത് പെട്ടുപോയി എന്ന്. അപ്പം അങ്ങനെ നമ്മൾ റോങ് ആയിട്ടുള്ളൊരു ചോയ്സ് എടുത്തു, ഓസ്ട്രേലിയയിൽ എത്തി. പക്ഷെ ഇനി എന്ത് എന്നുള്ളൊരു ടെൻഷനിൽ നിൽക്കുവാണ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഞാൻ ആദ്യം പറയുന്നത് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മളെ ഇഷ്ടം പോലെ സ്റ്റുഡൻസ് ഇതുപോലെ കണക്റ്റഡ് ആകുന്നുണ്ട്. നമുക്കൊരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പം നമ്മളുടെ ഒരു മലയാളി സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു പാത്ത് വേ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വി ടേക്ക് ഇറ്റ് ആസ് അവർ മോറൽ റെസ്പോൺസിബിലിറ്റി. ഒരു 85 to 90% സ്റ്റിൽ ഡോണ്ട് ഡു എ പ്രോപ്പർ പ്ലാനിങ്. നമ്മളൊരു ഡെവലപ്പിംഗ് നേഷനിൽ നിന്ന് ഒരു ഡെവലപ്ഡ് കൺട്രിയിലോട്ട് വരുമ്പം എൻ്റെ ഫസ്റ്റ് തോട്ട് പ്രോസസ്സ് ഇതിനകത്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഷോർട്ട് കട്ട്സ് ഉണ്ടെന്നുള്ള ഒരു ബിലീഫായ ആക്ച്വലി അവോയ്ഡ് ചെയ്യുക. ഏത് സിറ്റിയിൽ നമ്മൾ ചൂസ് ചെയ്യുന്നു ഇന്ന സിറ്റി, കാരണം PR കിട്ടാൻ മൈഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള സിറ്റി ചൂസ് ചെയ്യണം. യൂണിവേഴ്സിറ്റി, കോഴ്സ്, അതെ, ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? ഇതിൻ്റെ കോമ്പിനേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഈ മെട്രോ സിറ്റീസിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ അല്ലെ സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതെല്ലാം 2 years ആണ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ റീജിയനിലോട്ട് പോകുമ്പം മിനിമം 3 years സ്റ്റേ ബാക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ചിലപ്പോൾ നമ്മൾ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം 12 months കൊണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ ആ ഒരു നോമിനേറ്റഡ് ഒക്യുപ്പേഷനിലോട്ട് ഒരു ജോലി നമ്മൾ കണ്ടെത്തുന്നത് ഒരു സ്റ്റുഡൻറ്റ്. വിദ്യാഭ്യാസം പല തലങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ നിന്ന് മാറി വിദേശത്ത് പോയി പഠിക്കുന്ന കാലം വളരെ മുന്നേ തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ ആളുകൾ മനസ്സിലാക്കി തുടങ്ങി ഏത് രാജ്യത്ത് എങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യാം, അവിടെ ഒരു പെർമനൻറ്റ് റെസിഡൻസി എടുക്കാം, സിറ്റിസൺഷിപ്പ് എടുക്കാമെന്നൊക്കെ. അങ്ങനെ ഓസ്ട്രേലിയ ആഗ്രഹിക്കുന്നവർക്കായി ചതിക്കുഴികളിൽ വീഴാതെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം, അവിടെ എന്തൊക്കെ പഠിക്കണം എന്നറിയണമെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ അസെറ്റ് മൈഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ്റെ ഫൗണ്ടറായ സുലാൽ മത്തായി ഉണ്ട്. അദ്ദേഹത്തോടാണ് ഞാൻ ചോദിക്കുന്നത്. വെൽക്കം സർ. താങ്ക് യു സർ. ഈ പറഞ്ഞ പോലെ തന്നെ വിദേശത്തേക്ക് പോയി പഠിക്കുന്ന ട്രെൻഡ് ഒരുപാട് കാലം മുന്നേ തുടങ്ങിയതാണെങ്കിലും റീസെൻ്റ്ലിയാണ് ആളുകൾക്ക് മനസ്സിലായത് എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ എത്തുള്ളൂ, പക്ഷെ ചിലപ്പോൾ അതിനേക്കാളും സ്പീഡിൽ തിരിച്ചു വരേണ്ടിയും വരുമെന്ന്. ഓസ്ട്രേലിയ ഒരു ഗോൾഡ് മൈൻ പോലെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ റീസെൻ്റ് ഒരു സ്റ്റഡി പറയുന്നു ഇഷ്ടമുള്ളത്, പാഷനുള്ളത് മാത്രം പഠിച്ച് അതിന് പിന്നാലെ പോയാൽ രക്ഷപ്പെടുമെന്നുള്ളതൊരു തെറ്റിദ്ധാരണയാണെന്ന്. ഓസ്ട്രേലിയയിലേക്ക് ഞാൻ പഠിക്കാൻ വരികയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാനായി ഞാൻ വന്നാൽ ഞാൻ ഈ പറഞ്ഞ പോലെ പെടുവോ എൻ്റെ പാഷനെ പിന്തുടർന്ന? സോ അതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. കാരണം വി ഓൾ ലൈക്ക് നമ്മളൊക്കെ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം തിങ്ക് ചെയ്യുന്നത് ഇഫ് യു ഡു എ പ്രോപ്പർ കരിയർ പ്ലാനിങ് ഫോളോ യുവർ പാഷൻ എന്നുള്ളതാണ്. സോ പക്ഷേ ഇത് വെൻ വി ടോക്ക് അബൌട്ട് ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ, ഇപ്പം ലൈക്ക് യു റൈറ്റ്ലി സെഡ്, ഈ ക്വസ്റ്റ്യൻ ഒരു ഭയങ്കര വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഇറ്റ് എ യെസ് ഓർ നോ മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ ഫുൾ യെസ് ആൻഡ് ഇറ്റ്സ് ഓൾസോ എ ഫുൾ നോ. അപ്പോൾ അത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം നമ്മൾ പല കോഴ്സസും അല്ലെങ്കിൽ പല ഒരു കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ
ഇപ്പോഴത്തെ ഒരു സോ റീസെൻറ്റ് ടൈംസ് മൈഗ്രേഷൻ ഒത്തിരി ചേഞ്ച് ആയി, സിഗ്നിഫിക്കൻറ്റ്, ഇറ്റ് ഹാസ് ഗോൺ ത്രൂ എ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ്. അത് ഓസ്ട്രേലിയ മാത്രമല്ല, ഇറ്റ് ഈസ് ഹാപ്പനിങ് അക്രോസ് ഓൾ ദ വെസ്റ്റേൺ കൺട്രീസ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ അതുകൊണ്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഇഫ് ദ ഗവൺമെൻറ്റ്സ് ആറ്റിറ്റ്യൂഡ് ഏർലിയർ വാസ് ഓക്കെ, പ്രൊമോട്ട് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊമോട്ട് ഓസ്ട്രേലിയ ആസ് എ ഫണ്ടാസ്റ്റിക് ഡെസ്റ്റിനേഷൻ ഫോർ ഇൻ്റർനാഷണൽ സ്റ്റഡീസ് എന്നുള്ളത് മാറി ഇപ്പോൾ അതൊരു കുറച്ചുകൂടെ പോളിഷ്ഡ് വേർഷനായി. അപ്പം സോ ദേ ഡോണ്ട് വാണ്ട് ലൈക്ക് എവരി വൺ ടു കം, ദേ വാണ്ട് ഒബ്വിയസ്ലി പീപ്പിൾ ടു കം. പക്ഷേ ആ വരുന്നവർ ഓസ്ട്രേലിയയുടെ ഒക്യുപ്പേഷൻ റിക്വയർമെൻറ്റ്സ് കൂടെ മീറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു പോളിഷ്നെസ് വരുമ്പോൾ ഈ പാഷൻ വേഴ്സസ് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ഒരു ചെറിയ ചലഞ്ചുണ്ട്. ഒന്ന്, നമ്മൾ ആക്ച്വലി വി ഷുഡ് ഡു എ പ്രോപ്പർ റിയാലിറ്റി ചെക്ക് വിച്ച് ഈസ് അബൌട്ട് ഈ പാഷൻ, നമുക്കുള്ള പാഷനുള്ള കോഴ്സും അല്ലെങ്കിൽ ആ ഒരു കരിയറും നമ്മൾക്കിപ്പോൾ ഓസ്ട്രേലിയയിലെ ഒക്യുപ്പേഷൻസ് ഡിമാൻഡും ഒരു മാച്ച് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ആ മാച്ച് ഉണ്ടെങ്കിൽ ദെൻ ദാറ്റ്സ് എ ഗുഡ് സ്റ്റെപ്പ് ഫോർവേഡ്. അവിടെ ഒരു മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ പാഷൻ ഫോളോ ചെയ്യുന്നത് യു ക്യാൻ സ്റ്റിൽ ഡു ഇറ്റ്, ബട്ട് നമുക്ക് പറയേണ്ടി വരും ഇറ്റ്സ് എ ഹൈ റിസ്ക് പ്രൊപ്പോസിഷൻ. അത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരു ഹൈ റിസ്ക് പ്രപ്പോസിഷൻ എടുക്കുന്നത് ഒരു റിസ്ക് ആയതുകൊണ്ട് ഞാൻ താങ്കളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാൻ വേണ്ടി മാത്രം വരുന്നവർ അത് വളരെ ചുരുക്കമാണ്. നമുക്ക് വിരലിലുണ്ടാവുന്ന പോലെയാണ് പഠിക്കാൻ വേണ്ടി വരുന്നവർ. കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടും അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് അതിനെ ഒരു ചവിട്ടുപടിയായി കാണാനും ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പം അങ്ങനെ പഠിച്ച് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? ഓക്കെ, സോ അഗെയിൻ ഇറ്റ് ഗോസ് ബാക്ക് ടു ദ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മൈഗ്രേഷൻ, ഈ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇന്ന് ദർ ഈസ് എ നീഡ് ടു ഡു എ പ്രോപ്പർ റിയാലിറ്റി ചെക്ക് ഓഫ് വാട്ട് ആർ ദ മൈഗ്രേഷൻ പ്രോസ്പെക്ട്സ്. ഇപ്പോൾ ഒരു നമ്മൾ ഡീൽ ചെയ്ത സ്റ്റുഡൻസിന്, ബിക്കോസ് നമ്മൾ മെയിൻലി മൈഗ്രേഷൻ ചെയ്യുന്നത് കാരണം വി ഗെറ്റ് എ ലോട്ട് ഓഫ് മൈഗ്രേഷൻ ക്ലയൻസ്, ബട്ട് വി ഓൾസോ ഹാവ് എ ഹ്യൂജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആസ് വെൽ. അപ്പോൾ നമ്മൾ ഈ സ്റ്റുഡൻസിൻ്റെ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: what is your intention? Like, are you planning to consider migration in a later stage, or you are coming for like an exposure? കാരണം ഒത്തിരി ഫാമിലി ബിസിനസ്സൊക്കെ ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്, ജസ്റ്റ് ലൈക്ക് യു സെഡ്, പഠിക്കാൻ വേണ്ടി വരുന്നു ആൻഡ് ദേ ആർ ഗോയിങ് ബാക്ക് ടു ദർ ഫാമിലി ബിസിനസ്, കാരണം ആ എക്സ്പോഷറിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ മൈഗ്രേഷന് വേണ്ടി ഉള്ള ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയും നിങ്ങൾക്ക് ഉള്ള ഓപ്ഷൻസ് ഈ എന്തൊക്കെയാണ് ഓപ്ഷൻസ്, എവിടെയൊക്കെയാണ് ലൈക്ക് റീജിയണൽ. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു റീജിയണൽ വേഴ്സസ് മെട്രോ, അപ്പം സിഡ്നി, ബ്രിസ്ബെയിൻ, മെൽബൺ, ഇത് മൂന്നും കൺസിഡർ ആസ് മെട്രോ, ദ റെസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ ഈസ് ഓൾ റീജിയണൽ. അപ്പോൾ ഈ റീജിയണൽ എന്ന് കേൾക്കുമ്പോൾ നോർമലി നമ്മുടെ ഒരു ഡെഫിനേഷനിൽ റീജിയണൽ എന്ന് പറഞ്ഞാൽ ഒരു റിമോട്ട്, റൂറൽ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഓസ്ട്രേലിയയിൽ അങ്ങനെ ഒരു ഈ റീജിയണൽ എന്ന് പറയുന്നത് ഒരു റീജിയണിലേക്കുള്ള ഈ മെട്രോയുടെ ഔട്ട്സൈഡ് എന്നുള്ളതിന് മാത്രമേ ഈ മൈഗ്രേഷൻ ഡെഫിനേഷൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ റീജിയൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അഡ്ലൈഡ് ഉണ്ട്, പെർത്ത് ഉണ്ട്, ഗോൾഡ് കോസ്റ്റ് ഉണ്ട്, കെയ്ൻസ് ഉണ്ട്. ഇതെല്ലാം ആക്ച്വലി റീസണബിൾ ബിഗർ സൈസ് ഓഫ് സിറ്റീസ് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ആദ്യം പറയും, റീജിയണൽ ഓസ്ട്രേലിയയെ സ്റ്റഡി ചെയ്യാൻ. ആൻഡ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റീജിയണൽ ഓസ്ട്രേലിയ, ആൻഡ് വി ഓൾസോ ഹാവ് ഓഫീസസ് ഇൻ റീജിയണൽ ഓസ്ട്രേലിയ. നമുക്ക് പെർത്തിലും ഡാർവിനിലും ഒക്കെ ഓഫീസുണ്ട്. അപ്പം വൺസ് ഈ റീജിയണൽ ഓസ്ട്രേലിയ പറഞ്ഞിട്ട് നമ്മൾ അവരോട് ആദ്യം പറയുന്ന കാര്യം, യു നീഡ് ടു ഹാവ് എ പ്ലാൻ. ലൈക്ക് നമ്മുടെ ഒരു മെനി ടൈംസ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന നമ്മളുടെ ആൾക്കാരുടെ ഒരു ജനറൽ ആറ്റിറ്റ്യൂഡാണ് ഒരു ചൽത്താഹെ, അല്ലെങ്കിൽ വി സീ ഇറ്റ് ലേറ്റർ, നമുക്ക് പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു ആറ്റിറ്റ്യൂഡുണ്ട്. ഈ ആറ്റിറ്റ്യൂഡ് ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ ഇത്രയും നാൾ വർക്കായെന്ന് ചോദിച്ചാൽ മറ്റേ പണ്ടൊരു കുട്ടി പറഞ്ഞാൽ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്നുള്ളതല്ലേ, അത് ചിലർക്ക് ശരിയായിട്ടുണ്ട്. പക്ഷേ അത് നമ്മളൊരു റിസ്ക് ബേസ്ഡ് അത് അസസ് ചെയ്യുമ്പം ഇറ്റ്സ് എ ഹ്യൂജ് റിസ്ക്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് ആദ്യം തൊട്ട് തന്നെ ഒരു പ്ലാൻ വേണം. ആൻഡ് വി ഓൾസോ സജസ്റ്റ് സ്റ്റുഡൻസ് ലൈക്ക് നമ്മളിങ്ങനെ ഒരു റിസ്ക് എടുക്കുമ്പം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി എടുക്കുമ്പം ഇറ്റ്സ് ഓൾവേസ് ഓൾസോ ഗുഡ് ടു ഹാവ് എ പ്ലാൻ എ ആൻഡ് പ്ലാൻ ബി. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ പ്ലാൻ എ ഡസൻറ്റ് വർക്ക്, സോ വി ഓൾസോ ആൻ ഓപ്ഷൻ. അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് ഈസ് വാട്ട് ഫ്രം നമ്മളുടെ ഒരു മൈഗ്രേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ദാറ്റ്സ് വാട്ട് വി റെക്കമെൻഡ്. ഈ മൈഗ്രേഷനിൽ നമ്മൾ കോഴ്സ് കണ്ടുപിടിച്ച് പഠിച്ചു പോയി മൈഗ്രേറ്റ് ചെയ്യുന്ന വശമൊന്ന്, മറുവശമുണ്ട് ഇവിടെ പഠിച്ചിട്ട് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഞാൻ റീസെൻ്റ്ലി ഞാൻ കേട്ടൊരു കാര്യം, ഓസ്ട്രേലിയയിൽ തന്നെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അവിടെ തന്നെ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകൾ, ഇൻറ്റേൺഷിപ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ വന്ന് പഠിക്കുകയാണ് മൈഗ്രേറ്റ് ചെയ്യാനുള്ള എളുപ്പമാർഗം. അങ്ങനെയുണ്ടോ?
ഓസ്ട്രേലിയൻ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എക്സ്പോഷർ ടു ആൻ ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻ ടു സ്റ്റഡി. ദാറ്റ് ഈസ് റിയലി ഗുഡ്. ഇപ്പം ഐ മൈഗ്രേറ്റഡ് ആഫ്റ്റർ സ്റ്റഡീസ്. കുറേ നാൾ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ മൈഗ്രേറ്റ് ചെയ്തത്. ബട്ട് സ്റ്റിൽ ഞാൻ അവിടെ ചെന്ന് ഐ ഹാവ് എൻ HR ബാക്ക്ഗ്രൗണ്ട്. സോ ഐ വർക്ക്ഡ് ഇൻ ലൈക്ക് ആസ് എൻ HR മാനേജർ ആൻഡ് ഹെഡ് ഓഫ് കോർപ്പറേറ്റ് സർവീസസ് ഓഫ് എ ഹെൽത്ത് സർവീസ് ഫോർ അബൌട്ട് 6 years. അപ്പം ഞാനവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ആദ്യമേ മനസ്സിലായി ഈ HR പോലത്തെ ഒരു മാനേജ്മെൻറ്റ് സൈഡിൽ ജോബ്സ് കിട്ടാൻ അവിടുത്തെ ക്വാളിഫിക്കേഷൻ അത് വളരെ ഡിഫിക്കൽട്ടാണ്. അല്ലെങ്കിൽ വി ഹാവ് ടു സ്റ്റെപ്പ് ഡൗൺ. നമ്മൾ ഒരു മാനേജറിയൽ ജോബിൽ നിന്ന് നമ്മളൊരു കുറച്ചുകൂടെ ജൂനിയർ ആയിട്ടുള്ളതാണെങ്കിൽ കിട്ടും. സോ ഞാൻ ആക്ച്വലി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഐ ഡിഡ് എ സർട്ടിഫൈഡ് പ്രാക്ടീഷണർ ഇൻ ഹ്യൂമൻ റിസോഴ്സ്, CPHR എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഞാൻ എടുത്തു. അതിന് മുമ്പ് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഫോർ ഇൻ HR എടുത്തു. സോ ഐ വാസ് ഏബിൾ ടു ഗെറ്റ് എ സിമിലർ So പൊസിഷൻ. you did study. യെസ്, ഐ ഡിഡ് സ്റ്റഡി ആൻഡ് അതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നോർമലി അവിടെ പഠിക്കുന്നതിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്പർ 2, നമ്മൾ ഓൾറെഡി വി ആർ ഗെറ്റിംഗ് 2 years അല്ലെ 3 years അല്ലെ 4 years ടൈം ഒരു ഓസ്ട്രേലിയൻ സൊസൈറ്റി ആയിട്ട് ഒരു കൾച്ചറൽ എലമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു അഡാപ്റ്റിംഗ് ടു എ ന്യൂ കൺട്രി, അഡാപ്റ്റിംഗ് ടു എ ന്യൂ കൾച്ചർ, അത് നമുക്ക് കിട്ടാൻ സ്റ്റുഡൻ്റ് ആയിട്ടുള്ളപ്പോൾ നോർമലി നമുക്കത് വളരെ ഈസി ആയിട്ട് കിട്ടും. കാരണം മിംഗ്ലിംഗ് എല്ലാം വളരെ ഈസിയാണ്. അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് ഒന്നുമില്ല. ജോബിന് പോകുന്ന പോലത്തെ ഒരു എൻവയോൺമെൻ്റ് അല്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് യെസ്, സ്റ്റഡി ഈസ് ഗുഡ്, ലൈക്ക് അൺലെസ് യു ആർ ഇൻ എ വെരി ഹൈ ഡിമാൻഡ് ഒക്യുപ്പേഷൻ ആൻഡ് ദെൻ യു ആർ സ്റ്റഡിങ് ലെറ്റ്സ് എ യു ആർ ഗെറ്റിംഗ് എൻ ഓപ്പർച്യൂണിറ്റി ഇൻ IIM or IIT അല്ലെങ്കിൽ ഒരു ടോപ്പ് ടിയറിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കിട്ടിയാൽ ദെൻ ഇറ്റ്സ് ഫാൻറ്റാസ്റ്റിക്. കാരണം ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി കൂടും. അതിനിപ്പോൾ ഓസ്ട്രേലിയയിൽ തന്നെ അങ്ങനെ കിട്ടുന്ന ഒരാൾ അവിടെ തന്നെ പോകണമെന്നില്ല. ബട്ട് ഇഫ് യു ആർ ഇൻറ്റൻഡിങ് ടു ഡു ഓവർസീസ് സ്റ്റഡി ആൻഡ് ആ ഒരു ക്വാളിറ്റി വേണമെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. നൗ ഇതിനകത്ത് തന്നെ ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് സ്റ്റഡി ഉണ്ട്. ഒന്ന് ബാച്ചിലേഴ്സ് ഉണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ട്. നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി സ്റ്റുഡൻസ് കം ടു ബാച്ചിലേഴ്സ് പഠിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ 2-3 റീസൺസ് ഉണ്ട്. ഒന്ന്, ഇപ്പം നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് ഒരു നോർമൽ ജോബ് മാർക്കറ്റ് നോക്കിയാൽ യു വിൽ നോട്ട് ഫൈൻഡ് എ സിംഗിൾ ഒക്യുപ്പേഷൻ വിത്ത് എ റിക്വയർ എ മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞൊരു ഒറ്റ ജോബ് റിക്വയർമെൻറ്റും കാണത്തില്ല. എല്ലാ ജോബ് റിക്വയർമെൻറ്റ്സും വരുന്നത് മിനിമം റിക്വയർമെൻറ്റ് ഈസ് ബാച്ചിലേഴ്സ്. അപ്പം കാരണം മാസ്റ്റേഴ്സ് അവിടെ കാണുന്നത് ഇൻ മെനി വെസ്റ്റേൺ കൺട്രീസ് എല്ലായിടത്തും സെയിം ആണ്. നമ്മളൊരു സെർട്ടൻ സ്റ്റേജ് ഓഫ് കരിയറിലെത്തിയിട്ട് പിന്നെ നമ്മുടെ കരിയർ പ്രോഗ്രഷന് വേണ്ടിയാണ് അവർ മാസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ബാച്ചിലേഴ്സിന് വന്നുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാസ്റ്റേഴ്സ് പഠിക്കുന്നവർ ചിലപ്പം ഇതുകൊണ്ട് ഓവർ ക്വാളിഫൈഡ് എന്നുള്ളൊരു കൺസിഡറേഷനിലോട്ട് പോകും. അപ്പോൾ അവർക്ക് ആ ഇനിഷ്യൽ ജോബ്സ് കിട്ടാൻ ഒരു ചലഞ്ച് ഉണ്ടാവും. പക്ഷേ ബാച്ചിലേഴ്സ് ആണെങ്കിൽ ദേ വിൽ ഫിറ്റ് ഓൾ ദ ക്രൈറ്റീരിയ ഫോർ എനി ജോബ്. കാരണം അവരൊരു ഫ്രഷർ, അവരൊരു നോർമൽ ഓസ്ട്രേലിയൻ ബാച്ചിലർ പോലെ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ബാച്ചിലേഴ്സ് കഴിഞ്ഞവരെയും കൺസിഡർ ചെയ്യുന്നത്. പ്ലസ് ഏതൊരു അത്യാവശ്യം നല്ല ഫേമിനും ഒരു ഗ്രാജുവേറ്റ് എൻട്രി പ്രോഗ്രാം ഉണ്ട്. അപ്പം മോസ്റ്റ് ഓഫ് ദ ഗ്രാജുവേറ്റ് എൻട്രി പ്രോഗ്രാം അക്സെപ്റ്റ്സ് ബാച്ചിലേഴ്സ് വിത്ത് ബാച്ചിലർ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഇഫ് ദ സ്റ്റുഡൻറ്റ് ഈസ് എ ബിറ്റ് മച്ചുവേർഡ്, ഇപ്പോൾ എല്ലാവർക്കും അത് ഇവിടെ ഉണ്ടാകണമെന്നില്ല. കാരണം 12th കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സമയത്ത് എല്ലാവരും ഒരുപോലെ ആ ഒരു ഇത്രയും വലിയൊരു ഇൻഡിപെൻഡൻസിലോട്ട് പോകാനുള്ള, എക്സ്പോഷറിലോട്ട് പോകാനുള്ള മച്യൂരിറ്റി നമുക്കുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് സംതിങ് കേസ് ബൈ കേസ്. പേരൻസും അവരെ അഡ്വൈസ് ചെയ്യുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ബാച്ചിലേഴ്സ് വരുന്നതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ്. ഇതിൽ വേറൊരു സൈഡും കൂടെ ഉണ്ട്. നമ്മൾ 12th വരെ ഇന്ത്യയിൽ പഠിക്കുന്ന സിസ്റ്റം ഭയങ്കര ഡിഫറെൻറ്റാണ്. നമ്മൾ കാണാതെ പഠിച്ചെഴുതലാണ്. നമ്മളിപ്പോൾ ഒരു CBSE ആണെങ്കിലും ICSE ആണെങ്കിലും കേരള സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും IGCSE IB ഒക്കെ വേറെ സിലബസുകളാണ്. അപ്പം ഈ കാണാതെ പഠിക്കുന്നതിൽ നിന്ന് അവിടുത്തെ ബാച്ചിലേഴ്സ് വന്നു കഴിയുമ്പോഴാണ് തിങ്കിങ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എല്ലാം അവർ സ്കൂളിൽ നിന്നേ തുടങ്ങി. ഇവിടെ നിന്ന് ബാച്ചിലേഴ്സ് പഠിക്കാൻ പോകുന്ന പിള്ളേർ ഒത്തിരിയും പറയുന്ന പരാതിയാണ് അസൈൻമെന്റിന് മാർക്കില്ല, ഫെയിലാവുന്നു, ഫുള്ള് ബാക്ക് പേപ്പേഴ്സ് പോലെ കിടന്ന് കഷ്ടപ്പെടുവാണ്. ബട്ട് അത് മാസ്റ്റേഴ്സിലെ പലരും അനുഭവിക്കുന്നത് സാറ് പറഞ്ഞ പോലെ ബാച്ചിലേഴ്സിലെ നമ്മളത് സോൾവ് ചെയ്യുകയാണെങ്കിൽ പല രാജ്യത്തു നിന്നുള്ള പിള്ളേരുമായിട്ടുള്ള എക്സ്പോഷർ അപ്പോഴേ നമുക്ക് കിട്ടി. അവിടെ നിന്നാണ് നമ്മൾ അടുത്തൊരു കാര്യമായ ഇപ്പം നമ്മൾ പഠിക്കാൻ വരിക എന്ന് തീരുമാനിക്കുന്നത്. മൈഗ്രേഷൻ മുന്നിൽ കാണുക തന്നെയാണെങ്കിൽ പഠിത്തമാണല്ലോ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി. അവിടെ വന്ന് പഠിക്കുക, അടുത്ത സ്റ്റേജിലേക്ക് പോവുക. പക്ഷെ പഠിക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ സാർ കോഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്മൾ പാഷൻ തന്നെ അല്ലാതെ ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകളിലേക്ക് പോകുക എന്നുള്ളതാണ് വലുത്. അപ്പോൾ ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ അതിപ്പോൾ നമ്മൾ ഏറ്റവും അതിനുമുമ്പ് ഈ ബാച്ചിലേഴ്സ് പഠിക്കാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് കൂടെ എനിക്ക് പറയണം. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ബാച്ചിലേഴ്സ് പഠിച്ചു കഴിയുമ്പം നോർമലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്രാജുവേറ്റ് എൻട്രി പ്രോഗ്രാംസിന് ഒരു ആക്സസ് കിട്ടുന്നുള്ളത്.
അതുമാത്രമല്ല ആക്ച്വലി പല നമ്മുടെ ഈ എയർലി സ്റ്റേജസ് യു ആർ ഓൾസോ സെയിങ് അബൌട്ട് ഈ ആദ്യം ഫെയിലാകുന്ന കാര്യം അതായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മുടെ പല സ്റ്റുഡൻസും ഈ ഫസ്റ്റ് സെമസ്റ്ററിൽ ഫെയിലായിട്ട് നമ്മളെ ആക്ച്വലി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യും? കാരണം അതൊരു ഭയങ്കര സ്ട്രെസ്ഫുൾ എൻവയോൺമെൻ്റ് ആണ്. അതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അവർ തിരിച്ച് പേരൻസിനെയൊക്കെ കോൺടാക്ട് ചെയ്യുമ്പം അവർക്കിതൊരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു പ്രതീക്ഷയുടെ അമിതഭാരവും പേറിയാണ് ഓരോ സ്റ്റുഡൻറ്റും വരുന്നത്. ലോണും അതെ, ലോണും. അപ്പോൾ ഇതൊരു പേരൻസിന് ഭയങ്കര ടെൻഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് ആദ്യം തന്നെ ഒരാൾ ഫെയിലാന്ന് പറഞ്ഞാൽ എന്ത് പറ്റി, ഇത്രയും ചിലപ്പോൾ ഇവിടെ 90% കിട്ടിയവരെയും അവിടെ വന്നിട്ട് ഫെയിലാവും. അത് ആക്ച്വലി ഒരു കൾച്ചറൽ ഷിഫ്റ്റിൻ്റെ മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ പഠിച്ചെഴുതി, പക്ഷേ അവിടെ കുറച്ചുകൂടി ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് വരുമ്പോഴാണ്. സോ നമ്മൾ ആക്ച്വലി ഒത്തിരി സ്റ്റുഡൻസിന് ഞാനൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ചെയർ കൂടെയാണ്. ആൻഡ് ഇഗ്നൈറ്റ് പൊട്ടൻഷ്യൽ എന്നാണ് ആ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നമ്മൾ ആക്ച്വലി വി ഹാവ് എ മൾട്ടി കൾച്ചറൽ മെൻ്റൽ ഹെൽത്ത് ടീം. സോ വി പ്രൊവൈഡ് കൗൺസിലിംഗ് ഇൻ അബൌട്ട് 14 ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. ആൻഡ് അതൊരു ഗവൺമെൻറ് ഫണ്ടഡ് പ്രോഗ്രാമാണ്. അപ്പം ഇൻക്ലൂഡിങ് സ്റ്റുഡൻസ് വി സപ്പോർട്ട്. അപ്പോൾ ഈ ഒത്തിരി സ്റ്റുഡൻസ് ഈ ആദ്യം വരുമ്പോൾ ഇത് വീട്ടിലൊന്നും പറയാൻ മേലാത്ത ഒരു ടെൻഷൻ കൊണ്ട് ഇത് അവിടെ നമ്മളോടൊക്കെ ഇപ്പോൾ അവിടെ കണക്റ്റഡുള്ളവരോടായിരിക്കും പറയുന്നത്. അപ്പോൾ നമ്മൾ പറയും ഇതുപോലെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഹാപ്പൻസ് എ ലോട്ട്. അപ്പോൾ നിങ്ങൾ പറയൊന്നും ചെയ്യണ്ട, നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് കോർഡിനേറ്ററോടൊക്കെ സംസാരിച്ചാൽ മതി. അതുപോലെ സ്റ്റുഡൻറ്റ് നമുക്കൊരു ഇൻ്റർനാഷണൽ ഒരു ടീമുണ്ടല്ലോ എല്ലാ യൂണിവേഴ്സിറ്റിക്ക്. അപ്പോൾ നിങ്ങൾ സംസാരിച്ചാൽ മതി, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. എക്സ്ട്രാ ട്യൂഷൻ വേണമെങ്കിൽ ഓർഗനൈസ് ചെയ്ത് തരും. അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് ഇത് അറിയാം, കാരണം ദേ സീ ഇറ്റ് എവറി ടൈം. അപ്പോൾ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം കൊടുക്കും. അപ്പം അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എ ലോട്ട് ഓഫ് ടൈംസ് ഇതുപോലെ പേരൻസ് അവരുടെ എക്സ്പെക്റ്റേഷൻ ആദ്യം ഒന്ന് ലോവർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ ഇതുപോലെ ഓപ്പണായിട്ട് സംസാരിക്കുകയും ചെയ്യണം കുട്ടികളോട്. ലൈക്ക് ആദ്യത്തെ സെമസ്റ്റർ ഫെയിലായാലും കുഴപ്പമില്ല, യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഓൺ ദ നെക്സ്റ്റ് സെമസ്റ്റർ. കാരണം എല്ലാവർക്കും ഒരു 6 months 8 months ടൈം എടുക്കും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് വരാൻ. എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ പറഞ്ഞാണത്. ഇപ്പം ഈ പറഞ്ഞതിൽ വേറൊരു പോയിന്റും കൂടെയുണ്ട്. യൂണിവേഴ്സിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്കിപ്പം IIT പോലെ തന്നെയാണ് പലതരം ഗ്രേഡിലുള്ള കോളേജുകളുണ്ട്. അപ്പം നമ്മളിപ്പം ഓസ്ട്രേലിയയിൽ പഠിക്കാനായിട്ട് വരികയാണെങ്കിൽ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ദ യൂണിവേഴ്സിറ്റി? നമ്മൾ കോഴ്സ് പറഞ്ഞു, യൂണിവേഴ്സിറ്റി എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? സോ ഓസ്ട്രേലിയയിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ് എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഉണ്ട്. ബിക്കോസ് അപ്പം ഇവിടുത്തെ ഒരു സിസ്റ്റമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സർട്ടൻ നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ 40 to 43 യൂണിവേഴ്സിറ്റീസാണ് ഓസ്ട്രേലിയ ഉള്ളത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസ് അല്ലാതെ അവിടെ ഓരോ വർഷവും പുതിയൊരു യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. ഗവൺമെൻറ് ഈസ് സപ്പോർട്ടിങ് ദീസ് യൂണിവേഴ്സിറ്റീസ് ടു എക്സ്പാൻഡ് ഓഫർ ന്യൂ പ്രോഗ്രാം, ഫർദർ ഗ്രോ, അങ്ങനെ ഒരു അപ്രോച്ചാണ്. അപ്പോൾ അവരത് വളരെ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസിൽ ശരിയാണ് ഒരു ഗ്രേഡിംഗ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഏറ്റവും ടോപ്പ് 10 വരുന്ന, ടോപ്പ് 50 വരുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കിയാൽ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് ഒരു ടോപ്പ് 50 യൂണിവേഴ്സിറ്റീസ് വേൾഡിൽ വരുന്ന അതിലൊരു ഇപ്പോൾ പല റാങ്കിങ്സ് ഉള്ളതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് അറ്റ്ലീസ്റ്റ് 10 to 15 യൂണിവേഴ്സിറ്റീസ് അങ്ങനെ ഒരു ടോപ്പ് 50 ടോപ്പ് 100 റാങ്കിങ്സിൽ വരും. പിന്നെ അപ്പോൾ അത് നമുക്ക് പറയാം അവിടുത്തെ ഒരു Tier 1 ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് പറയാം. ഈവൻ Tier 2 ബാക്കിയെല്ലാം Tier 2 വരും. ഒരു അണ്ടർ 10 ഉള്ളൊരു Tier 3 വരത്തുള്ളൂ. പക്ഷേ ആ 3 പോലും ഒരു സർട്ടൻ ക്വാളിറ്റി ഉണ്ട്. അപ്പം യൂണിവേഴ്സിറ്റി വൈസ് നോർമലി അവിടുത്തെ എഡ്യൂക്കേഷൻ ഒരു കൺസിഡേർഡ് ആസ് എ ഹൈ സ്റ്റാൻഡേർഡ്. അപ്പോൾ അതിനകത്ത് അവർ കോംപ്രമൈസ് ചെയ്യത്തില്ല. ആൻഡ് ഡസൻറ്റ് മാറ്റർ വിച്ച് യൂണിവേഴ്സിറ്റീസ്, ഇറ്റ് ഹാസ് ഗോട്ട് എ ഗുഡ് സ്റ്റാൻഡേർഡ്. അപ്പം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഏത് സിറ്റിയിൽ നമ്മൾ ചൂസ് ചെയ്യുന്നു. ഇന്ന സിറ്റി, കാരണം PR കിട്ടാൻ മൈഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള സിറ്റി ചൂസ് ചെയ്യണം. യൂണിവേഴ്സിറ്റി, കോഴ്സ്, ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? ഇതിൻ്റെ കോമ്പിനേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം പ്ലേസും കോഴ്സും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫ് കോഴ്സ് യൂണിവേഴ്സിറ്റി ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചാണ് ഏറ്റവും ഹൈ ലെവലുള്ള റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി പോകണോ അതോ കുറച്ചുകൂടി മീഡിയം വേണോ. കാരണം കുറച്ചൊക്കെ ഫീസ് ഡിഫറൻസും വരും. സോ നമ്മുടെ ഒരു ബഡ്ജറ്റിനെയും കൂടെ കൺസിഡർ ചെയ്തായിരിക്കും യൂണിവേഴ്സിറ്റിയുടെ സെലക്ഷൻ. ആൻഡ് അഗെയിൻ പ്ലസ് നമ്മുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്. കാരണം ഓസ്ട്രേലിയയിലെ എല്ലാ യൂണിവേഴ്സിറ്റീസും നോർമലി നമ്മളുടെ ഈ അഡ്മിഷൻ ക്രൈറ്റീരിയ കൺസിഡർ ചെയ്യുന്നത് മെറിറ്റ് ബേസിസ് ആണ്. അപ്പോൾ സ്കോളർഷിപ്പൊക്കെ കിട്ടുന്നത് എല്ലാം മെറിറ്റ് ബേസിസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ബഡ്ജറ്റിനെയും കൂടെ കൺസിഡർ ചെയ്ത് ആയിരിക്കും യൂണിവേഴ്സിറ്റി സെലക്ഷൻ. പക്ഷേ ഈ കോഴ്സ് ആൻഡ് ഏരിയ അത് മെയിൻലി മൈഗ്രേഷൻ പെർസ്പെക്റ്റീവ് നോക്കുമ്പം നമ്മൾ നോർമലി അഡ്വൈസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഓഫ് സിഡ്നി, മെൽബൺ ആൻഡ് ബ്രിസ്ബെയിൻ ആണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ഉള്ളത്. പക്ഷേ സം ഓഫ് ഇവിടെയുള്ള യൂണിവേഴ്സിറ്റീസിന് അവരുടെ ക്യാമ്പസ് റീജിയണിലും ഉണ്ട്. ഈ 3 സിറ്റീസിൻ്റെ ഔട്ട്സൈഡ് ആയിരിക്കും നമ്മൾ നോർമലി റെക്കമെൻഡ് ചെയ്ത് ഫോർ 2-3 റീസൺസ്. ഒന്ന്,
ഈ മെട്രോ സിറ്റീസിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ അല്ലെ സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതെല്ലാം 2 ഇയേഴ്സാണ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ റീജിയനിലോട്ട് പോകുമ്പം മിനിമം 3 ഇയേഴ്സ് സ്റ്റേ ബാക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ചിലപ്പം നമ്മൾ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം 12 മന്ത്സ് കൊണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ ആ ഒരു നോമിനേറ്റഡ് ഒക്യുപ്പേഷനിലോട്ട് ഒരു ജോലി നമ്മൾ കണ്ടെത്തുന്നത് ഒരു സ്റ്റുഡൻറ്റ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് കണ്ടെത്തിയാൽ നമ്മൾ ഈ 2 ഇയേഴ്സ് സ്റ്റേ ബാക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ ഓൾറെഡി ഒരു വർഷം കഴിഞ്ഞ് പിന്നെ ഒരു വർഷമേ ഉള്ളൂ. സോ അഗെയിൻ വി ആർ പുട്ടിങ് എ സ്റ്റുഡൻറ്റ് ഹു കെയിം മൊത്തം അവർ ഒരു കൾച്ചറൽ ചേഞ്ച് കൂടെ പോയി, അക്കാഡമിക് ചേഞ്ച് കൂടെ പോയി, ആൻഡ് ദെൻ ദേ ഓൾസോ ഹാവ് ടു ടേക്ക് ദ സ്ട്രെസ് ഓഫ് മൈഗ്രേഷനോ PR എന്നുള്ള ഇത് ചെയ്യണം. അപ്പോൾ അതിന് ഒരു വർഷം കൂടെ കൂടുതൽ കിട്ടിയാൽ അതൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ്. അത് ഇറ്റ്സ് ലൈക്ക് എ ഗ്രേസ് പീരീഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും 3 ഇയേഴ്സ് ബാക്ക് എങ്കിലും സ്റ്റേ ബാക്ക് ഉള്ളത് കിട്ടിയാൽ ദർ ഈസ് മോർ ടൈം. ഈവൻ ഇൻ ദ കേസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പ്ലാനിങ് ചെയ്യുമ്പം എന്തെങ്കിലും കാരണവശാൽ പ്ലാൻ വർക്കായില്ല, അങ്ങനെ സംഭവിക്കണം. ഇതൊരു റിസ്ക് നമ്മൾ ഏറ്റവും മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പ്ലാനേ വർക്കായില്ലെങ്കിലും നമുക്കൊരു 12 മന്ത്സ് 18 മന്ത്സ് കഴിയുമ്പം വി ക്യാൻ സ്വിച്ച് ടു പ്ലാൻ ബി. ലൈക്ക് അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് തരും. അതല്ല നമ്മളിപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തത് വർക്കാവുന്നില്ല, ഈവൻ വേറെ എന്തെങ്കിലും പുതിയ മൈഗ്രേഷൻ ചേഞ്ചസ് വന്നിട്ട് വർക്കാവുന്നില്ല, അപ്പോൾ നമുക്കൊരു പുതിയ സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്നത് വേണം ഇപ്പോൾ നമുക്ക് ആലോചിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ റീജിയണൽ ഓസ്ട്രേലിയ സെലക്ട് ചെയ്യാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം. ആൻഡ് ഇൻ അഡീഷൻ നമ്മൾക്ക് അവിടെ ഓഫീസസും ഉണ്ട്. സോ വി ആർ ഓൾസോ ഇൻ എ ബെറ്റർ പൊസിഷൻ ടു സപ്പോർട്ട് സ്റ്റുഡൻസ് ടു കം ദെയർ. നമ്പർ 2, കോഴ്സിൻ്റെ കേസ് വന്നത്. കോഴ്സ് ബേസിക്കലി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒക്യുപ്പേഷൻസ് മെയിൻലി ഇൻ ഹെൽത്ത് ആൻഡ് അലൈഡ് ഹെൽത്ത്, പിന്നെ അതുപോലെ നമ്മുടെ എൻജിനീയറിങ്. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ. എൻജിനീയറിങ് തന്നെ കൺസ്ട്രക്ഷൻ കാരണം 2032 ഒളിമ്പിക്സ് ബ്രിസ്ബെയിനിലാണ് ഓസ്ട്രേലിയയിൽ. അപ്പോൾ അതുകൊണ്ട് കൺസ്ട്രക്ഷൻ ഒരു ഹ്യൂജ് സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു നെക്സ്റ്റ് 7 ഇയേഴ്സ് 8 ഇയേഴ്സ് കൺസ്ട്രക്ഷൻ ഗോയിങ് ടു ബി അറ്റ് ഇറ്റ്സ് പീക്ക്. ആൻഡ് അവിടെ ഇപ്പോൾ റെസിഡൻഷ്യലാണെങ്കിലും ഭയങ്കര ഇറ്റ്സ് ഗോയിങ് ഇൻ എ വെരി ഹൈ ഡിമാൻഡ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എൻജിനീയറിങ്ങും ഹെൽത്തുമാണ് ഏറ്റവും ഹൈ ഡിമാൻഡിലുള്ള നമുക്ക് ഈ ബാച്ചിലേഴ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള കോഴ്സസ്. പലപ്പോഴായി ഞാൻ ഓസ്ട്രേലിയയിൽ തന്നെയുള്ള പല ആളുകളുടെ അടുത്ത് നിന്നും കേൾക്കുന്ന ഒരു കാര്യമാണ്, പ്ലാൻ ചെയ്യാണ്ട് ഇങ്ങോട്ട് വന്നിട്ടൊരു കാര്യമില്ല, മൈഗ്രേഷൻ പ്ലാൻ ചെയ്തിട്ട് വരണമെന്ന്. അപ്പോൾ പഠിക്കാൻ വരുന്നൊരു വിദ്യാർത്ഥി എങ്ങനെയാണ് മൈഗ്രേഷൻ പ്ലാൻ ചെയ്തിട്ട് വരിക? ഓക്കെ, സോ മൈഗ്രേഷൻ്റെ ഇപ്പം ഇപ്പം 2 രീതിയിൽ നമുക്കത് പ്ലാൻ ചെയ്യാം. ഒന്ന്, നമ്മളൊരു ഓസ്ട്രേലിയ പഠിക്കാൻ വരുമ്പം ലൈക്ക് എല്ലാവരും പഠിക്കാൻ വരുമ്പോൾ ടെമ്പററി ജോബ്സൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. കാരണം അങ്ങനത്തെ ജോബ്സാണ് നമുക്ക് നോർമലി കിട്ടുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം അപ്പോൾ 2 ഇൻറ്റൻഷൻ ഉണ്ടല്ലോ നമ്മൾ പഠിക്കാൻ വരുമ്പോൾ. ഒന്ന്, നമ്മൾ പഠിക്കുമ്പോൾ ഉള്ള നമ്മുടെ ലിവിങ് എക്സ്പെൻസ് എല്ലാം ഉണ്ട്, അപ്പം നമുക്കതെല്ലാം മീറ്റ് ചെയ്യണം. ഈവൻ ചില സ്റ്റുഡൻസൊക്കെ നല്ല ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ അവർ ചിലപ്പം ഒരു ഫീസിൻ്റെ ഒരു സർട്ടൻ എമൗണ്ട് തന്നെ അവർ തന്നെ ഈ ജോബ്സ് ചെയ്യുന്നൂടെ കണ്ടെത്തി ചെയ്യും. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഫുള്ളി അതിനകത്ത് ഫണ്ട് റേസ് ചെയ്യാന്നുള്ളൊരു ഇൻറ്റൻഷൻ കൊടുക്കാതെ നമ്മളിപ്പം നമുക്ക് വി ഹാവ് ടു കവർ ഓൾ അവർ ലിവിങ് എക്സ്പെൻസ്, അതെല്ലാം ചെയ്യുന്നതിന് കൂട്ടത്തിൽ നമ്മുടെ ഒരു പ്രൊഫഷണൽ കരിയറൂടെ ബിൽഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് സ്റ്റെപ്പ് ഫോർ മൈഗ്രേഷൻ. കാരണം നോർമലി നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ട്രെയിൻ ചെയ്ത സ്റ്റൈൽ കൊണ്ടാണ്. നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ വന്നു, പഠിച്ച് കഴിയുമ്പോഴാണ് അടുത്ത സ്റ്റേജിനെ പറ്റി ഇനിയും നമുക്ക് ജോലി നോക്കണം. പക്ഷേ ഓസ്ട്രേലിയ ഇന്ത്യ ആയിട്ടുള്ളൊരു വലിയ ഡിഫറൻസ്, ഏറ്റവും വലിയ ഡിഫറൻസ് പോപ്പുലേഷനാണ്. ഒരു 100 ബില്യൺ ഇത്രയും നമ്മുടെ വലിയൊരു പോപ്പുലേറ്റഡ് കൺട്രി, 1 ബില്യൺ പോപ്പുലേറ്റഡ് കൺട്രിയിൽ നിന്ന് നമ്മളൊരു 26 മില്യൺ ഉള്ള ഒരു കൺട്രിയിലോട്ട് വന്നാൽ അതൊരു വളരെ ചെറിയ, ഓസ്ട്രേലിയ ഇന്ത്യക്കാളും വലുതാണ് ഇൻ ടേംസ് ഓഫ് സൈസ്. അതെ, പക്ഷേ ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ ലൈക്ക് ഭയങ്കര ചെറുതാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺട്രിയിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ജോബ് മാർക്കറ്റ്, ഹൗ ഇറ്റ് ഓപ്പറേറ്റ്സ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പലരും, ഇപ്പം ഞാൻ ഒരു 9 വർഷമായിട്ട് ഈ കരിയർ കോച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ഏറ്റവും വലിയൊരു സക്സസ് ആൾക്കാർക്ക് ഉണ്ടായേക്കുന്ന ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ആരെ നിങ്ങൾക്കറിയാം എന്നുള്ളത് ഒരു വലിയ ആസ്പെക്റ്റാണ്. നെറ്റ്വർക്കിംഗ്. അതെ, നെറ്റ്വർക്കിംഗ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഓസ്ട്രേലിയ ലാൻഡ് ചെയ്യുന്ന അന്ന് തൊട്ട് ആക്ച്വലി യുവർ ജോബ് സെർച്ച് സ്റ്റാർട്ട്സ്.
അന്ന് തൊട്ട് നിങ്ങൾ നെറ്റ്വർക്ക് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾ ഇപ്പം നമ്മൾ എഞ്ചിനീയറിങ്ങിൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ എഞ്ചിനീയറിങ്ങിൽ ഇപ്പോൾ അവിടെ എല്ലാ പ്രൊഫഷണൽ അസോസിയേഷൻസ് ഉണ്ട്. എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഹെൽത്തിന് പറഞ്ഞാൽ ഹെൽത്തിന് പല ഡിപ്പെൻസ് ഓൺ ഏതാണോ നിങ്ങളുടെ പ്രൊഫഷൻ, അതിനെല്ലാം പല പല അസോസിയേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പ്രോഗ്രാംസിന് പോയി നമ്മൾ ലൈക്ക് ഐ ആം ദെയർ എന്നുള്ള ഒരു വിസിബിലിറ്റി കൊടുക്കുമ്പോൾ നാച്ചുറലി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷം കഴിഞ്ഞ് യു ആർ അറ്റൻഡിങ് ആൻ ഇൻ്റർവ്യൂ. ആൻഡ് ഒട്ടും സർപ്രൈസിങ് അല്ലായിരിക്കും, നമ്മൾ ഇതുപോലെ ഒരു നെറ്റ്വർക്കിംഗ് ഇവൻറ്റിന് കണ്ട ഒരാളായിരുന്നു തന്നെ ചിലപ്പോൾ അവിടെ ഇൻ്റർവ്യൂവിന് നമ്മൾ കാണും. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ചെറിയ പോപ്പുലേഷനാണ്, ഇറ്റ് ഈസ് ഓൾ പോസിബിൾ. ചിലപ്പം മെൽബണിലും സിഡ്നിയിലും ഇത് അത്രയും നടക്കത്തില്ലായിരിക്കും, ബിക്കോസ് അവിടെ കുറച്ചുകൂടി വലിയ പോപ്പുലേഷനാണ്. ബാക്കി എവിടെ എനിവെയർ ഇൻ ഓസ്ട്രേലിയ ദിസ് ക്യാൻ ഹാപ്പൻ, യുനോ. അപ്പോൾ അങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് അത്രയും ക്ലോസ് നിറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് മൈഗ്രേഷൻ പ്ലാൻ ചെയ്യുമ്പം എൻഡ് ഓഫ് ദ പഠിച്ച് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഈ നെറ്റ്വർക്കിംഗ് ഇതുപോലത്തെ കാര്യങ്ങൾ ആദ്യം തൊട്ട് നമ്മൾ കുറച്ച് ടൈം അതിനുവേണ്ടി കോംപ്രമൈസ് ചെയ്യുവാണെങ്കിൽ, റാദർ ദാൻ വർക്കിംഗ് ലെറ്റ്സ് എ എന്നാ ഇപ്പം നമ്മൾ ഇത്ര വീക്കിലൊക്കെ വർക്ക് ചെയ്യുമ്പം ഇതിനു വേണ്ടി ഒരു മേ ബി ഒരു 3-4 hours ഒരു വീക്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മന്തിൽ ഒരു 10 hours ഒക്കെ നെറ്റ്വർക്കിങ്ങിന് മാറ്റി വെക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് ദ ഫണ്ടാസ്റ്റിക് വേ ടു സ്റ്റാർട്ട് പ്ലാനിങ് യുവർ മൈഗ്രേഷൻ ഫ്രം ഡേ വൺ. ഇതാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള മാറ്റം. അതുപോലെ ഏതെങ്കിലും കാറ്റഗറി മാറുകയോ അല്ലെങ്കിൽ വിസയ്ക്ക് നിയമങ്ങൾ മാറുകയോ, കാരണം ഇപ്പം ഭയങ്കരമായിട്ട് ജോലി, ഇപ്പം അമേരിക്കയിൽ നിന്ന് ഏറ്റവും അടുത്ത് വന്ന വാർത്ത തൊഴിലില്ലായ്മ ഒളിച്ചു വെച്ചേക്കുവാണ്. അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല, പക്ഷെ ഭയങ്കരമായ തൊഴിലില്ലായ്മയുണ്ട്. അതുപോലെ തന്നെ വിസ പ്രോസസ്സ് കടുപ്പിച്ചു. UK വിസ പ്രോസസ്സ് ഭയങ്കരമായിട്ട് മാറ്റിക്കളഞ്ഞു. ഇതിപ്പം ടയർ 1, 2, 3, 4 ആക്കിയപ്പോൾ തന്നെ ഭയങ്കര വ്യത്യാസം വന്നു കഴിഞ്ഞു. അപ്പോൾ അതിപ്പോൾ പഠിക്കാൻ പോകുന്ന, അവിടെ നിൽക്കുന്ന ഈ 2 കൂട്ടരെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? സോ ഒന്ന് മെയിൻലി നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഇപ്പോൾ ഇതൊക്കെ കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് എനിവൺ ഹൂ ഈസ് ഇൻ മെട്രോ ആയിരിക്കും. കാരണം ഈ സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിനിലൊക്കെയാണ് മജോറിറ്റി സ്റ്റുഡൻസ് ഇതുവരെയും പഠിക്കാൻ വന്നിരിക്കുന്നത്. അല്ലാതെ റീജിയണിൽ ഇഷ്ടം പോലെ ഉണ്ട്, ബട്ട് കമ്പയർഡ് ടു ദ നമ്പേഴ്സ് ഇൻ ദീസ് 3 മെട്രോസ് റീജിയണിൽ പഠിച്ചവർ എപ്പോഴും കുറവാണ്. അപ്പം അങ്ങനെ ഈ ടൈപ്പ് ഓഫ് വലിയ ഡിമാൻഡില്ലാത്ത കോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒക്കുപ്പേഷൻസ് ഡിമാൻഡിലല്ലാത്തത് പഠിക്കാൻ വന്നവർക്കൊക്കെ ഇത് ഭയങ്കര ഒരു ചലഞ്ചായിരിക്കും. ഇപ്പോൾ പഠിക്കുന്നവർക്കും ഇനി പഠിക്കാൻ വരുന്നവർ അങ്ങനത്തെ ഡിമാൻഡില്ലാത്ത ഒക്കുപ്പേഷൻസ് നോട്ട് ഇൻ ഡിമാൻഡ് ആക്ച്വലി എടുക്കാതിരിക്കുന്നതായിരിക്കും അഡ്വൈസബിൾ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഇറ്റ് വിൽ വർക്ക് എന്ന് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാം. നമ്മൾ ഇത് വർക്ക് ചെയ്യത്തില്ലെന്ന് ഒരു ഗ്യാരണ്ടി, ഇതെല്ലാം പേഴ്സൺ ടു പേഴ്സൺ. പക്ഷേ നമ്മളൊരു ജനറലൈസ്ഡ് ഒപ്പീനിയനാണ് പറയുന്നത്. അങ്ങനെ എടുത്താൽ ദർ ഇസ് എ ഹൈ റിസ്ക്. പിന്നെ റീജിയണിലുള്ളവർക്ക് അത് അത്രയും ഇമ്പാക്റ്റ് വരാൻ സാധ്യതയില്ല. കാരണം അവിടെ കുറച്ചുകൂടി എല്ലാ സ്റ്റേറ്റും, ഇപ്പോൾ ഓസ്ട്രേലിയ ആണെങ്കിലും പോപ്പുലേഷൻ ഗ്രോത്ത് മെയിൻലി നമ്മുടെ ഇന്ത്യയിലൊക്കെ സിറ്റി ബേസ്ഡ് ആണ്, മെട്രോ ബേസ്ഡ് ആണ് ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഓൾസോ വാണ്ട് ടു കൺട്രോൾ ദാറ്റ്. അപ്പോൾ അവർ ചെയ്ത പരിപാടി അതുകൊണ്ടാണ് അവർ റീജിയണൽ എഡ്യൂക്കേഷൻ എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം റീജിയനിലോട്ട് പോകുമ്പോൾ ഈ പോപ്പുലേഷൻ സ്പ്രെഡ് ആവും, അപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്തോട്ട് വരത്തില്ല. അപ്പോൾ അതിന് ഒത്തിരി സ്റ്റേറ്റ്സ്, ഇപ്പോൾ നോർത്തേൺ ടെറിട്ടറി, WA, വെസ്റ്റേൺ ഓസ്ട്രേലിയ ഒക്കെ അതിന് റീജിയണിൽ പഠിക്കുന്നവർക്ക് അഡീഷണൽ പോയിൻറ്റ്സും അങ്ങനെ പല ഓഫേഴ്സ്, പിന്നെ അവർ റീജിയണിൽ പഠിക്കുന്നവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഓപ്ഷനിലോട്ട് നമ്മളുടെ പുതിയതായിട്ട് പഠിക്കാൻ വരുന്നവർ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ചെക്ക് ചെയ്യേണ്ടി വരും. അത് ഒക്കെ നമ്മൾ ഈ മൈഗ്രേഷൻ കൺസൾട്ടേഷൻ സ്റ്റുഡൻസിന് ചെയ്യുമ്പം വി കവർ ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ അങ്ങനെയാണ് അങ്ങനത്തെ ഒരു റിയാലിറ്റി ചെക്ക് ചെയ്തിട്ടേ ഉള്ളൂ എഡ്യൂക്കേഷൻ്റെ ഒരു ഡിസിഷൻ എടുക്കാവുള്ളൂ എന്നാണ് നമ്മുടെ സജഷൻ. ഒരു ഓസ്ട്രേലിയയിലുള്ളൊരു മൈഗ്രേഷൻ കൺസൾട്ടൻറ്റ്, നിങ്ങൾ 6-7 പേര് രജിസ്റ്റേർഡ് ആണല്ലോ, നിങ്ങളായി രജിസ്റ്റേർഡ് ഉള്ളൂ, അത് വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാം. അങ്ങനെയുള്ള ആ ആളുകളും ഇവിടെ നമ്മൾ മുട്ടിന് സ്റ്റഡി അബ്രോഡ് ഇഷ്ടം പോലെയുണ്ട്, മൈഗ്രേഷൻ്റെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആഡ്സ്, നിങ്ങളുടെ ഒന്നും ആഡ് കണ്ടിട്ടേ ഇല്ല. ഇതൊരു സ്ഥലത്ത് ഞാനിങ്ങനെ ഒരു അസറ്റ് മൈഗ്രേഷൻ്റെ ആഡൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പോയ ആളുകൾ എനിക്കറിയാം. അതേസമയം നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ നിറയെ ഇഷ്ടം പോലെ ആഡുകളാണ്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അങ്ങനത്തെ രാജ്യങ്ങളിലാണ് ഇനി PR തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നാട്ടിലെ ഒരു ഏജൻസിയും ഓസ്ട്രേലിയയിലുള്ളൊരു ഏജൻസിയും തമ്മിൽ ശരിക്കും എന്താണ് വ്യത്യാസം? 2 കൂട്ടരും ഒന്നല്ലേ ചെയ്യണേ? വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പം ഈ രണ്ടിടത്തും ഓഫീസസ് ഉള്ള മൈഗ്രേഷൻ ഫേംസ് ഉണ്ട്. ഇപ്പം വി ഹാവ് ഗോട്ട് ഓഫീസസ് ഇൻ കൊച്ചി, ട്രിവാൻഡ്രം ആൻഡ് കാലിക്കറ്റ്. അപ്പം അങ്ങനെയുള്ള വേറെ ഫേംസും ഉണ്ട്. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഭയങ്കര അഡ്വർടൈസിങ് ചെയ്തതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഒരു 2018 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് വി ഫസ്റ്റ് ഡിഡ് ലോട്ട് ഓഫ് തിങ്സ് ഇൻ ഓസ്ട്രേലിയ. അപ്പം വി ഹാവ് എ സ്ട്രോങ് ബ്രാൻഡ് നെയിം ഇൻ ഓസ്ട്രേലിയ. അവിടെ ഉള്ളവരെയാണ്. അപ്പം നമുക്ക് മജോറിറ്റിയും ഇതുപോലെ റെഫറൻസസിലും എല്ലാം ആണ് വന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 years വി ആർ ആക്റ്റീവ്ലി ഇൻ ദിസ് മാർക്കറ്റ് ഓൾസോ. പക്ഷേ അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നുള്ള ഒരു
ക്ലയൻസ് ആണ്. നമ്മുടെ ഒരു 80% ക്ലയൻസും ഓസ്ട്രേലിയൻ ബേസ്ഡ് ആണ്. ബാക്കിയുള്ളൂ ഇന്ത്യയിൽ നിന്നും GCC കൺട്രീസിൽ നിന്നും UK നിന്നും ഒക്കെ ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു അഡ്വർടൈസിങ് ഫീൽഡിൽ അങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. നമ്പർ 2 ഈസ് ഇപ്പോൾ ആരെങ്കിലും ജെന്യുവനായിട്ട് മൈഗ്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ലൈക്ക് വളരെ ജെന്യുവനായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് നോട്ട് എന്നാ ഒരു നമ്പർ ഗെയിം അല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇഫ് യു ആസ്ക് മീ എ ക്വസ്റ്റ്യൻ ലൈക്ക് ആർ യു ടോപ്പ് നമ്പർ 1 ഇൻ മൈഗ്രേഷൻ, വി ആർ നോട്ട് ആൻഡ് വി ഹാവ് നോ ഇൻറ്റൻഷൻ ടു ബി നമ്പർ 1. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ 1 ഏറ്റവും കൂടുതൽ നമ്പർ ചെയ്യുന്ന ഒരാൾ ദേ വിൽ ഡു എ ലോട്ട് ഓഫ് കോംപ്രമൈസ് ഇൻ ക്ലയൻസ്. എന്ന് പറഞ്ഞാൽ ഒരു ക്ലയൻറ്റിനെ എടുക്കുമ്പം അവർ പല പ്രാവശ്യവും ക്ലയൻറ്റ് എലിജിബിൾ അല്ലെങ്കിലും അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കിട്ടാൻ സാധ്യതയില്ലെങ്കിലും എല്ലാം അവർ ആ ക്ലയൻറ്റിനെ എടുക്കും. കാരണം ദേ ആർ സ്പെൻഡിങ് സോ മച്ച് മണി ഇൻ മാർക്കറ്റിംഗ്. അവർക്കത് റീകൂപ്പ് ചെയ്ത നമ്പേഴ്സ് മതിയല്ലോ. ഇറ്റ്സ് എ നമ്പർ ഗെയിം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു 10,000 ക്ലയൻസ് ഉണ്ടെന്ന് പറയുന്ന ഒരു മൈഗ്രേഷൻ ഫേമുമായിട്ട് ചിലപ്പോൾ നമ്മൾക്ക് 4,000 ക്ലയൻസേ ഉള്ളായിരിക്കും. പക്ഷേ നമ്മളുടെ ക്ലയൻസിന് ഔട്ട്കം ഉണ്ട്. സോ വി ആർ ഔട്ട്കം ഫോക്കസ്ഡ്. അപ്പോൾ അതിൻ്റെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ വെൻ വി കോമ്പീറ്റ് വിത്ത് പീപ്പിൾ ഹൂ ഡസ് ഹൈ നമ്പേഴ്സ്, നമുക്ക് അതുപോലെ സെയിം മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അങ്ങനെ ആ ഒരു ബിസിനസ് മോഡൽ വി ഫോളോ ചെയ്യുന്നില്ല. വി ആർ ഫോളോയിങ് എൻ എത്തിക്കൽ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ ഇറ്റ്സ് എ ചലഞ്ച്. അപ്പം നമ്മൾ ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്ത് ഇത് ആൾക്കാരോട് എത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് there's a significant challenge. ഇപ്പം എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ, റാദർ ദാൻ ഏറ്റവും ബിഗ് എന്ന് നോക്കിയിട്ടല്ല ശരിക്കും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അസസ് ചെയ്യേണ്ടത്. ദ അസസ്മെൻറ്റ് ബേസ് ഷുഡ് ബി ക്വാളിറ്റി ആൻഡ് ഔട്ട്കം. ഹൗ മെനി ഓഫ് പീപ്പിൾ ഹു രജിസ്റ്റേർഡ് ത്രൂ ദിസ് ഫേം ഹാവ് ഗോൺ ടു ഓസ്ട്രേലിയ ഫോർ മൈഗ്രേഷൻ, അല്ലെങ്കിൽ അവർ കൊണ്ടുപോയ സ്റ്റുഡൻസിന് എത്ര പേർക്ക് PR കിട്ടി. അങ്ങനത്തെ ഒരു ക്വാളിറ്റി അസസ്മെൻ്റാണ് ഇതിൽ ചെയ്യേണ്ടത്. നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ യെസ് പറയുന്ന പോലെ തന്നെ ഒരു മടിയില്ലാതെ നോ പറയുന്നു എന്ന് വരുന്ന പലരും പറയുന്നുണ്ട്. അതെന്താണ് അങ്ങനെ? സാധാരണ എല്ലാവരും ഒരാൾ വന്നു കഴിയുമ്പോൾ മാക്സിമം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയെന്നാണല്ലോ. പക്ഷെ നിങ്ങൾ ചില പ്രൊഫൈൽസ് ഒക്കെ കണ്ടു കഴിയുന്ന ഉടനെ തന്നെ മുഖത്തടിച്ച പോലെ നോ പറയാ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതിൻ്റെ ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മുടെ അടുത്ത് വരുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും ആ ഓസ്ട്രേലിയ പോകണം, അല്ലെങ്കിൽ അങ്ങനെ അതുകൊണ്ടാണല്ലോ അവർ നമ്മളെ ചെക്ക് ചെയ്യാൻ വരുന്നത്, അവരുടെ എലിജിബിലിറ്റി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹം പോലെ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന പ്രോമിസ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം നമ്മൾ നടക്കാൻ പറ്റാത്ത ഒരു പ്രോമിസ് ഡെലിവറി ചെയ്തിട്ട് ഇറ്റ്സ് നോട്ട്, വി ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ പ്രൊഫഷണൽ അപ്രോച്ച് ആണെന്ന് നമ്മൾ ബിലീവ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നോ പറയുന്നത്. പിന്നെ നമ്മൾ നോ പറയുക മാത്രമല്ല, നോർമലി ഇപ്പം നമ്മൾ ക്ലയൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യും എന്തുകൊണ്ടാണ് നമ്മൾ നോ പറയുന്നത്. കാരണം എ ലോട്ട് ഓഫ് ടൈംസ് നമ്മുടെ അടുത്ത് പലരും തിരിച്ചു വന്നിട്ടുണ്ട്, നിങ്ങൾ നോ പറഞ്ഞു പക്ഷേ വേറൊരാൾ ഞങ്ങളോട് യെസ് പറഞ്ഞു, അതെന്താ നിങ്ങൾക്കപ്പോൾ പിന്നെ ചെയ്താലെന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം നോർമലി നോ പറയുമ്പോൾ നമ്മൾ പറയും ഇന്നൊക്കെ കാര്യം കൊണ്ടാണ് നമ്മൾ നോ പറഞ്ഞത്, ഇതൊക്കെയാണ് റിസ്ക്, നിങ്ങൾക്ക് 50% താഴെ പ്രോബബിലിറ്റി ഉള്ളൂ, നിങ്ങൾക്ക് വേണേൽ സ്റ്റിൽ നമുക്ക് ചെയ്യാം, പക്ഷേ യു ഷുഡ് ബി അവെയർ നൗ ഇറ്റ് സെൽഫ്, നിങ്ങളുടെ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എൻ ഇൻവിറ്റേഷൻ ഈസ് ലെസ് എന്നുള്ളത് നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞ് ക്ലയൻറ്റിന് അതുപോലെ ആസ്പിറേഷനാണ് നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ നമ്മൾ ആദ്യം തന്നെ അത് പറയും. അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ കാരണം ഇതൊരു വലിയ ഹോപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുമ്പം നമ്മളൊരു ഫെയർ ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഒരു കാര്യം കൂടെ, ലോങ് ടേം കരിയർ ലക്ഷ്യമിടുന്ന ഒരാൾക്ക് ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസം ഒരു പ്രീമിയം വിദ്യാഭ്യാസമാണ് എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണ് ആ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത? ഇപ്പം ഞാൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് പോയില്ലെങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ 2 കോഴ്സസ് ചെയ്തു. ഒന്നൊരു സെറ്റ് 4 ഇൻ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ദെൻ ഐ ഓൾസോ ഡിഡ് സർട്ടിഫൈഡ് പ്രാക്ടീഷണർ ഇൻ HR ഫ്രം ഓസ്ട്രേലിയൻ HR ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓസ്ട്രേലിയൻ HR ഇൻസ്റ്റിറ്റ്യൂട്ടാണ് HRൻ്റെ ഒരു പീക്ക് ബോഡി. അപ്പോൾ ഈ 2 കോഴ്സസ് ചെയ്തതിലും എനിക്ക് കിട്ടിയത്, അപ്പോൾ ഇത് ഞാൻ ഓൺലൈനാണ് ചെയ്തത്, ബട്ട് സ്റ്റിൽ ഐ ഹാഡ് ക്ലാസ്സസ് ആൻഡ് ഓൾ. അപ്പം എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ക്വാളിറ്റി, അതിനകത്ത് ലൈക്ക് റിയലി ഗുഡ് ക്വാളിറ്റി, ലൈക്ക് ദ വേ ഹൗ തിങ്സ് ആർ എക്സ്പ്ലെയിൻഡ്, എങ്ങനെയാണ് ഈവൻ ഓൺലൈൻ ആണെങ്കിലും നമുക്കൊരു നല്ല സ്ട്രക്ചേർഡ് അപ്രോച്ചാണ് എഡ്യൂക്കേഷന്. പിന്നെ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അപ് ടു ഡേറ്റ് ആണ്. അപ്പം ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ, ഐ ഹവ് ഡൺ MBA ഫ്രം ഇന്ത്യ. അപ്പം ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷനോട് എനിക്ക് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് തോന്നിയത്, ദേ ഡോണ്ട് ടേക്ക് ടൈം ടു അപ്ഡേറ്റ് കരിക്കുലം ഫോർ ലൈക്ക് 5 years. അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല. ഇപ്പം ചേഞ്ച് ഈസ് സോ ഡൈനാമിക്, ലൈക്ക് എല്ലാം പെട്ടെന്ന് വരുന്നത്. അപ്പം യൂണിവേഴ്സിറ്റീസ് ആർ ഓൺ ദ ടോപ്പ് ഓഫ് ഇറ്റ്, ലൈക്ക് അവർ പെട്ടെന്ന് തന്നെ പുതിയ കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, കരിക്കുലം ചേഞ്ച് ചെയ്യും. അപ്പം ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ്, ലൈക്ക് ആ ഹൈ ക്വാളിറ്റി.
രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു നോ കോംപ്രമൈസ് എന്നുള്ളതാണ് രണ്ടാമത്തെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ചില അസൈൻമെൻ്റ് ഒക്കെ ചെയ്തപ്പം ഇവൻ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വെച്ചാണ് നമ്മൾ അസൈൻമെൻറ്റും ഒക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് മതി എന്നുള്ള രീതിയിൽ പലതിനെ അപ്രോച്ച് ചെയ്തു. ആൻഡ് ഒബ്വിയസ്ലി അങ്ങനെ ഞാൻ ഏതിനെയൊക്കെ അപ്രോച്ച് ചെയ്തോ ആറ്റിറ്റ്യൂഡ് അതെല്ലാം ഞാൻ ഫെയിലായി. അപ്പോൾ ആ ഫെയിലായപ്പോഴത്തേക്ക് ഇവർ റെസ്പോൺസ് വരില്ല. നമുക്ക് ഈ അസസ് ചെയ്യുന്നവർ അവർ ചുമ്മാ ഫെയിലാക്കുന്നതല്ല, ദേ വിൽ റീഡ് ത്രൂ എവറിത്തിങ് ആൻഡ് അവർ ആക്ച്വലി എക്സാക്ട്ലി പോയിന്റ് ബൈ പോയിന്റ് അവർ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് വി ഫെയിൽഡ് യു എന്നുള്ളത്. അപ്പോൾ അത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ ഇത്രയും അറ്റൻഷൻ ടു ഡീറ്റെയിൽ എനിക്ക് വേണമായിരുന്നു. അപ്പോൾ അതൊരു ചേഞ്ച് അല്ലേ. അപ്പം ഞാൻ അത്രയും അറ്റൻഷൻ ടു ഡീറ്റെയിൽ കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഫെയിൽ ആയത്. അപ്പോൾ അങ്ങനെ ആ ഒരു അറ്റൻഷൻ ഡീറ്റെയിൽ നാച്ചുറലി 2 വർഷം ആ കോഴ്സ് പഠിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ തന്നെ കൂടി. അപ്പോൾ ആ ക്വാളിറ്റി ആ ഒരു കോംപ്രമൈസ് ചെയ്യത്തില്ല. യു ഹാവ് ടു കം ടു അവർ സ്റ്റാൻഡേർഡ്, വി വിൽ നോട്ട് കം ഡൗൺ ടു യുവർ സ്റ്റാൻഡേർഡ് എന്നുള്ളൊരു മെസ്സേജ് അവർ വളരെ ക്ലിയർ ആയിട്ട് തന്നു. പിന്നെ അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു പ്രൊഫഷണൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ആവും. പ്ലസ് ദെൻ ലാംഗ്വേജ് ഒബ്വിയസ്ലി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമ്മുടെ ഒരു പ്രൊഫഷണൽ 2 വർഷത്തോടെ പഠിച്ചു കഴിയുമ്പോൾ നമ്മളൊരു ഗ്ലോബൽ പ്രൊഫഷണലാകുന്ന ഒരു രീതിയിലോട്ട് നമ്മളെ അവർ എടുത്തിരിക്കും. പ്രൊവൈഡഡ് ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മളുടെ ഒരു ഓപ്പൺ മൈൻഡും ആറ്റിറ്റ്യൂഡും ആയിരിക്കണമെങ്കിൽ മാത്രം അത്രയും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇല്ലേ തോക്കും. അതെ, അതില്ല തോക്കും. ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ കണ്ടു കഴിയുമ്പോഴായിരിക്കും ഓസ്ട്രേലിയയിൽ ഓൾറെഡി ഒരു കോഴ്സൊക്കെ എടുത്ത് സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ മനസ്സിലാക്കുന്നത് പെട്ടുപോയി എന്ന്. അപ്പം അങ്ങനെ നമ്മൾ റോങ് ആയിട്ടുള്ളൊരു ചോയ്സ് എടുത്തു, ഓസ്ട്രേലിയയിൽ എത്തി, പക്ഷെ ഇനി എന്ത് എന്നുള്ളൊരു ടെൻഷനിൽ നിൽക്കുവാണേ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, സോ ഞാൻ ആദ്യം പറയുന്നത് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മളെ ഇഷ്ടം പോലെ സ്റ്റുഡൻസ് ഇതുപോലെ കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരിക്കലും ഇൻറ്റൻഷൻ അവരെല്ലാം നമ്മുടെ ക്ലയൻ്റ് ആക്കുക എന്നുള്ളതല്ല. ലൈക്ക് വി ഡോണ്ട് വർക്ക് ലൈക്ക് ദാറ്റ്. കാരണം നമുക്കൊരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പം നമ്മളുടെ ഒരു മലയാളി സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്കൊരു കറക്റ്റായിട്ടുള്ളൊരു പാത്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വി ടേക്ക് ഇറ്റ് ആസ് അവർ മോറൽ റെസ്പോൺസിബിലിറ്റി. അപ്പം ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഐദർ കോൺടാക്ട് അസ് ഓർ കോൺടാക്ട് എ സിമിലർ മൈഗ്രേഷൻ ഫേം ആൻഡ് ഡോണ്ട് ഹാവ് ടു ബിക്കം ദർ ക്ലയൻറ്റ്. പക്ഷേ അവരോടൊരു കൺസൾട്ടേഷൻ എടുക്കുക. അവരുടെ കോഴ്സസിൻ്റെ ഇപ്പോഴത്തെ ചാൻസസ് എന്താണ്, ഇപ്പോഴത്തെ PR ലിസ്റ്റിലുണ്ടോ, ഇപ്പോൾ ആ സ്റ്റുഡൻറ്റിന് അറിയത്തില്ലെങ്കിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ്, അല്ലെങ്കിൽ ഒന്നും വർക്കൗട്ട് ആകത്തില്ലെങ്കിൽ കോഴ്സ് ട്രാൻസ്ഫർ ചെയ്യണോ, ലൈക്ക് അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അത് ഒത്തിരി ലേറ്റ് ആയിട്ടില്ലെങ്കിൽ അങ്ങനെ പല ഓപ്ഷൻസ് സ്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നോർമലി അങ്ങനെ കണക്റ്റ് ആകുന്ന സ്റ്റുഡൻസിനെല്ലാം അവരുടെ ബേസ്ഡ് ഓൺ അവരുടെ ഒരു ഇൻഡിവിജ്വൽ സിനാരിയോ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അവരോട് പറയും എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചിലപ്പം അതിപ്പോൾ ചെയ്യാനുള്ളതായിരിക്കും, ചിലപ്പോൾ അത് 6 months കഴിഞ്ഞ് ചെയ്യാനുള്ളതായിരിക്കും, ചിലപ്പോൾ അത് 12 months കഴിഞ്ഞ്. അപ്പം നമ്മൾക്കൊരു എഡ്യൂക്കേഷൻ ഇതുപോലെ തന്നെ ഒരു ടീമുണ്ട്. ആൻഡ് നമ്മുടെ ആ ഓസ്ട്രേലിയ ബേസ്ഡ് എഡ്യൂക്കേഷൻ ടീമിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അവർക്കെല്ലാം ലിവ്ഡ് എക്സ്പീരിയൻസ് ഉള്ള. ദേ ഓൾ കെയിം ടു ഓസ്ട്രേലിയ ആസ് സ്റ്റുഡൻസ്, ദേ completed their studies, now they have PR and they are working with us. അപ്പോൾ അവർക്ക് സ്റ്റുഡൻസുമായിട്ട് കണക്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അവർക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും ആരെങ്കിലും ഇതിപ്പോൾ പറഞ്ഞ പോലെ ഒരു കുഴിയിൽ ചാടിയിട്ടുണ്ടോ അതോ ദേ ആർ സേഫ് എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ വി ഡോണ്ട് ചാർജ് എനിത്തിങ് ഫോർ ദാറ്റ്. അവർക്ക് ഒരു 100% ഇനീഷ്യൽ ഒരു നമ്മുടെ എഡ്യൂക്കേഷൻ കൗൺസിലേഴ്സ് കൊടുക്കുന്ന ഈ എന്താ പറയുക ഈ ഒരു അഡ്വൈസ് എല്ലാം ഒബ്വിയസ്ലി ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. അത് കഴിഞ്ഞ് കോംപ്ലിക്കേറ്റഡ് കേസ് ആണെങ്കിൽ മാത്രം, ഇഫ് ഇറ്റ്സ് റിയലി എ കോംപ്ലിക്കേറ്റഡ് കേസ്, വി വുഡ് റെക്കമെൻഡ് ദം ടു ബുക്ക് എ കൺസൾട്ടേഷൻ വിത്ത് അവർ മാര രജിസ്റ്റേർഡ് ഏജൻറ്റ്സ്. ഓസ്ട്രേലിയയിൽ അതൊരു പെയ്ഡ് കൺസൾട്ടേഷനാണ്, ബിക്കോസ് ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ് ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനകത്തൊരു ഫിനാൻഷ്യൽ ഒരു ആസ്പെക്റ്റ് വരുന്നുള്ളൂ. അതർവൈസ് ദിസ് ഈസ് ഹൗ വി നോർമലി ഹെൽപ്പ് ദം. അപ്പോൾ ഈ കോഴ്സ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ സിഡ്നി മെൽബേൺ ഒക്കെ എടുത്തു, അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എൻ്റെ കോഴ്സ് ശരിയല്ല, ഈ സ്ഥലവും എനിക്ക് ശരിയല്ല. വൺസ് നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് എപ്പോഴും മാറാം. നമ്മൾ റെസിഡൻസോ സിറ്റിസൺസോ ആണെങ്കിൽ അവർക്ക് ഇന്ന് മെഡിസിൻ പഠിക്കാം, നാളെ എഞ്ചിനീയറിംഗ് പഠിക്കാം. പക്ഷെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് വന്നു കഴിഞ്ഞാൽ കോഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് റീജിയൻ മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? യെസ്, ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അഗെയിൻ ടൈമിങ് ഡസ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് 6 months ആദ്യം വന്ന് ഒരു 6 months കഴിയാതെ ചിലപ്പം ഒരു കോഴ്സ് മാറാൻ പറ്റത്തില്ല. മിനിമം 6 months എങ്കിലും വേണം. പിന്നെ അതുപോലെ ഇതിനകത്തും കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ബാച്ചിലേഴ്സ് വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് ബാച്ചിലർ ടു ബാച്ചിലർ കോഴ്സ് മാറാം. പക്ഷേ ബാച്ചിലേഴ്സിൽ നിന്ന് മാറി ഡിപ്ലോമ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറെൻറ്റ് ലെവലാണ്, സെയിം ലെവൽ ഓഫ് കോഴ്സ് അല്ല. അപ്പോൾ അതിന് അങ്ങനെ ചെയ്യണമെങ്കിൽ അവർ വീണ്ടും ഒരു സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യണം.
അപ്പോൾ അങ്ങനത്തെ ഫ്രം ചലഞ്ചസ് ഉണ്ട് സ്ക്രാച്ച് ഫ്രം തുടങ്ങണം. സ്ക്രാച്ച്. അപ്പോൾ അതിന് കാരണം അവർ ഈ ലെവലിൽ പഠിക്കാൻ വന്നു, ഇത് എൻ്റെ കരിയറിന് പ്രോഗ്രസീവ് ആണെന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ നമ്മൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞത്. അത് കഴിഞ്ഞ പക്ഷേ വന്നു കഴിഞ്ഞ് വി ആർ ഗോയിങ് ഡൗൺ. ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സിന് താഴെയുള്ള ഒരു ലെവലാണല്ലോ. അപ്പം അങ്ങനത്തെ മാറുമ്പോഴത്തേക്ക് നോർമലി നമ്മളും അത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. അങ്ങനെ എന്തെങ്കിലും കോഴ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മളിതുപോലെ ആ സെയിം ലെവൽ ഓഫ് കോഴ്സേ ഉള്ളൂ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. പിന്നെ അഗെയിൻ ഇതിനകത്തെല്ലാം ലൈക്ക് ഐ സെഡ്, ആ ടൈമിങ് അവരെ വേർ ആർ ദേ ഇൻ കറൻ്റ്ലി. ചിലപ്പോൾ അവർ ഓൾറെഡി എൻഡ് ഓഫ് ദ കോഴ്സ് ആണെങ്കിൽ ദെൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പിന്നെ അതുപോലെ അവരുടെ എത്ര നാൾ വിസയുണ്ട്, കാരണം ഓരോ കോഴ്സിൻ്റെ അനുസരിച്ചായിരിക്കും അവർക്ക് ഇത്ര നാളത്തെ വിസ കിട്ടിയെങ്ങനെ. അപ്പോൾ ആ വിസയുടെ ടൈമിനുള്ളിൽ തന്നെ ഒരു വേറൊരിലോട്ട് മാറിയാൽ അത് കവർ ചെയ്യുമോ, ഇങ്ങനെ പല ആസ്പെക്ട്സും നോക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അസസ് ചെയ്തിട്ട് നോർമലി നമ്മൾ പറയും എന്താണ് വാട്ട് ഈസ് ദ ഓപ്ഷൻ എന്നുള്ളത്. സോ അതിനകത്ത് നമ്മുടെ പ്രൈമറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ കാര്യം, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും നമ്മൾ കോഴ്സ് ട്രാൻസ്ഫർ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. വി ഹാവ് നോ ഇൻറ്റൻഷൻ ടു പ്രൊമോട്ട് സ്റ്റുഡൻസ് ചേഞ്ചിങ് കോഴ്സസ്. ദാറ്റ്സ് നോട്ട് ദ ഇൻറ്റൻഷൻ. ഹവർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവർ ഈ ഇൻഫർമേഷനൊന്നും പ്രോപ്പറായിട്ട് അസസ് ചെയ്യാതെ ഇഫ് ദേ ആർ ഇൻ ട്രബിൾ, അവിടെയാണ് നമ്മൾ കോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ നമ്മുടെ പ്രൈമറി പ്രയോറിറ്റി ഈസ് നോട്ട് ടു ഗെറ്റ് കമ്മീഷൻ ഫ്രം ദ യൂണിവേഴ്സിറ്റി ഫോർ ദാറ്റ്. ആ ഒരു ഇൻറ്റൻഷനല്ല. റാദർ അവർ മോട്ടീവ് ഈസ് ഇഫ് സംബഡി കെയിം ടു അസ് ഫോർ എ സർവീസ്, we have an obligation to give them the right information and right advice. So അവരെ അത് അവെയർ ആക്കും. ആൻഡ് ദെൻ ഇഫ് they want to do it, they understand the trouble or they understand the problem, എന്നിട്ട് അവർക്കത് മാറണമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ കാരണം ഇത് ഒത്തിരി അവിടെ നേരത്തെ ഹോസ്റ്റലിൽ ഒത്തിരി സംഭവിച്ചാണ്. ഈ ഒരു കോഴ്സിന് കൊണ്ടുവരും, പിന്നെ ഏജൻറ്റ്സ് അവരെ കോഴ്സ് മാറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ദേ ബേസിക്കലി ഡു ഡബിൾ ഡിപ്പിങ്. ഇപ്പോൾ അതൊക്കെ ഒത്തിരി കൺട്രോൾഡായി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓൾറെഡി ഫസ്റ്റ് എടുത്തുനിന്ന് അവർക്ക് കമ്മീഷൻ കിട്ടി, ആൻഡ് ദെൻ സമ്മൺ ചേഞ്ചസ് ദേ ഗെറ്റ് കമ്മീഷൻ അഗെയിൻ. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു അൺഎത്തിക്കൽ, ലൈക്ക് അതൊരു അൺഎത്തിക്കൽ പ്രാക്ടീസ് ആണല്ലോ ഒന്നും, ദാറ്റ് ഈസ് സംതിങ് ഐ എം നോട്ട് കമൻറ്റിങ്. പക്ഷേ വി കൺസിഡർ ദാറ്റ് ആസ് നോട്ട് എ എത്തിക്കൽ പ്രാക്ടീസ്. അപ്പോൾ നമ്മളത് ഒരിക്കലും ചെയ്യത്തില്ല. നമ്മളത് ചെയ്യുമ്പോൾ എപ്പോഴും അവർ എന്നാ പറയുന്നത് പ്രൈമറി മോട്ടീവ് ഈസ് ടു സപ്പോർട്ട് ദാറ്റ് സ്റ്റുഡൻറ്റ്. എവറിത്തിങ് കംസ് സെക്കൻഡറി. ഇപ്പം ഇന്ത്യയിലും ഓഫീസസ് ഉണ്ട്, ഓസ്ട്രേലിയയിലും ഉണ്ട്. അപ്പോൾ ഒരു ഓസ്ട്രേലിയയിലുള്ളൊരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ അവിടെ എത്തിയ ഒരാൾ മൈഗ്രേഷൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലാണ്. ഇവിടെ നമുക്ക് അസിസ്റ്റൻ്റ് ഓഫീസസ് കണ്ടുപിടിക്കാം. അപ്പം ഓസ്ട്രേലിയയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ളതെങ്കിൽ അവിടെ വരണമെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി വരണമെങ്കിൽ എന്താണ് അതിൻ്റെ പ്രോസസ്സ്, എങ്ങനെയാണ്? സോ നോർമലി നമുക്ക് ഓസ്ട്രേലിയയിൽ മെൽബൺ, പെർത്ത്, ഡാർവിൻ, ബ്രിസ്ബെയിൻ ഇങ്ങനെ 4 ഓഫീസാണുള്ളത്. ഈ 4 ഓഫീസിലും ബോത്ത് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും നമുക്ക് ഫേസ് ടു ഫേസ് 2 ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നോർമലി നമ്മളുടെ ക്ലയൻറ്റ്സ് മജോറിറ്റി ഓഫ് ദ ടൈം എവരി വൺ ബുക്സ് അപ്പോയിൻമെൻറ്റ് ഓൺലൈൻ. നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ലിങ്ക്സും അപ്പോയിൻമെൻറ്റ് ടൈമിങ്സും എല്ലാം ഉണ്ട്. ആൻഡ് ദേ ബേസിക്കലി ചൂസ് ഐദർ ഓഫ് ദി ഓപ്ഷൻ. ഐദർ ഓഫീസിലോട്ട് വന്ന് കാണുന്ന ഓപ്ഷൻ, അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിംഗ്. അങ്ങനെ ഇറ്റ്സ് എ വെരി സ്ട്രേറ്റ് ഫോർവേഡ് അപ്രോച്ച്. പിന്നെ ചില ആൾക്കാർക്ക് ആദ്യം അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ ചിലപ്പം ഒരു കൺസേൺ കാണും, അല്ലെങ്കിൽ അവർക്ക് ചില ക്വസ്റ്റ്യൻസ് കാണും ആദ്യം ക്ലാരിഫൈ ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ളവർ നോർമലി ദേ കോൾ അസ് അവർ ടീം ഫസ്റ്റ്. അവരോട് സംസാരിച്ചിട്ട് ആൻഡ് അതിനകത്ത് ചിലപ്പം ഇറ്റ്സ് ഓൾസോ എ ഫെയർ തിങ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു കൺസൾട്ടേഷൻ്റെ ആവശ്യം ഉണ്ടായിരിക്കത്തില്ല. ആ ഡൗട്ട് വളരെ ഒരു ചെറിയ കാര്യമായിരിക്കും. അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മുടെ ടീം നോർമലി സപ്പോർട്ട് ചെയ്യും. എഗെയിൻ അതിനകത്തൊരു ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് കോംപ്ലക്സിറ്റി ഓഫ് ദ മാറ്റർ അതിൽ വേണമെങ്കിൽ നമ്മുടെ ടീം അവരോട് പറയും, ഓക്കെ ദിസ് ഇസ് എ കോംപ്ലക്സ് ക്വസ്റ്റ്യൻ, യു നീഡ് ടു ബുക്ക് എ കൺസൾട്ടേഷൻ. അതല്ലെങ്കിൽ ദേ വിൽ ഓൾസോ ഹെൽപ്പ്. അവസാനമായിട്ട് ചോദിക്കട്ടെ, ഇപ്പം ഒരുപാട് പേരെ എല്ലാ മൈഗ്രേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം സ്റ്റുഡൻസിനെ ആണെങ്കിൽ അവരുടെ കൺസേൺസ് ചെയ്യുന്നുണ്ട്, നെറ്റ്വർക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ നിന്ന് വന്ന ഇപ്പം ഇങ്ങനെ കോഴ്സ് മാറിപ്പോയ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സ്കാമുകൾ പോലത്തെ പെട്ടുപോയ അവിടെ വന്നിട്ടുള്ള സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുള്ള കൺസേൺസ് എന്താണ്? ഈ വരുന്ന പിള്ളേരിൽ എടുത്ത ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കൺസേൺ, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞൊരു പോയിന്റ് എന്താ? ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഞാൻ നേരത്തെ ഉള്ള തന്നെ ഒരു 85 to 90% സ്റ്റിൽ ഡോണ്ട് ഡു എ പ്രോപ്പർ പ്ലാനിങ്. അപ്പം ഇപ്പം കുറച്ചുകൂടെ ടഫറായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ വെൻ ദിസ് മൈഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഗോയിങ് ത്രൂ എ വെരി കൈൻഡ് ഓഫ് എന്താ പറയുക, ഇതൊരു കുറച്ചുകൂടെ വാട്ട് യു കോൾ എ വേർഡ് പറയുവാണെങ്കിൽ ഒരു ഷോർട്ടർ വേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡർ ലാർജ് സ്കെയിലിൽ നിന്ന് കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് ഇനി പോകുന്നത്. അപ്പം നമ്മുടെ ആ നമ്മളൊരു ഡെവലപ്പിംഗ് നേഷനിൽ നിന്ന് ഒരു ഡെവലപ്ഡ് കൺട്രിയിലോട്ട് വരുമ്പം എൻ്റെ ഫസ്റ്റ് തോട്ട് പ്രോസസ്സ് ഇതിനകത്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഷോർട്ട് കട്ട്സ് ഉണ്ടെന്നുള്ള ഒരു ബിലീഫ് ആക്ച്വലി അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് ഒരു ഡെവലപ്ഡ് കൺട്രി അങ്ങനെ ആയത് അവരൊരു സിസ്റ്റം
ഡെവലപ്പ് ചെയ്തുകൊണ്ടും അവരങ്ങനെ ഒരു പ്രോപ്പർ ചാനലിൽ കൂടെ ചെയ്തു വന്നതുകൊണ്ടാണ്. അപ്പം എൻഡ് ഓഫ് ദി ഡേ നമ്മൾ വന്നിത് മാറ്റാമെന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് ഈ സിസ്റ്റമായിട്ട് എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് ഹൗ ക്യാൻ ബി സക്സസ്ഫുൾ എന്ന് അതിൻ്റെ കൂടെ പോകുന്ന ഒരു അപ്രോച്ച് ആയിരിക്കും എപ്പോഴും നല്ലത്. കാരണം അത് ബ്രേക്ക് ചെയ്യാൻ നോക്കിയാൽ അതുകൊണ്ടാണ് പല പ്രാവശ്യം ഈ മൈഗ്രൻ്റ് ഇഷ്യൂസും എല്ലാം വരുന്നത്. അപ്പം നമ്മൾ ആ ഷോർട്ട് കട്ട് അപ്പം എനിക്കൊന്ന് പല പ്രാവശ്യം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഒരു തോട്ട് പ്രോസസ്സാണ് എങ്ങനെ ഒരു ഹൗ വി ഫൈൻഡ് എ ഷോർട്ട് കട്ട്. അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയാണ് 100%. പക്ഷേ ഒരു ഡെവലപ്ഡ് കൺട്രി വരുമ്പോൾ ഞാൻ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ കൂടെ പോയി ഐ റെസ്പെക്റ്റഡ് ദ സിസ്റ്റം ആൻഡ് ഐ ഫോളോഡ് സർട്ടൺ തിങ്സ് ആൻഡ് ഐ ഹവ് ബീൻ വെരി പ്രൗഡ് ടു സേ ദാറ്റ് ഒരിക്കലും അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ഡ്രോബാക്ക് എനിക്ക് ഉണ്ടായിട്ടില്ല. ആൻഡ് ഐ തിങ്ക് ദാറ്റ് വി ഷുഡ് ഡു ലൈക്ക് ദാറ്റ് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് യെസ് ദിസ് ഈസ് എ ലോങ് ടേം ഗോൾ. അപ്പം ഐ ആം നോട്ട് ഹിയർ ഫോർ ഷോർട്ട് കട്ട്സ്, ഐ വാണ്ട് ടു ഡു ദ ബെസ്റ്റ്. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ വരുന്ന ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ ഓഫ് ദ തിങ് വി ഷുഡ് അവോയ്ഡ്. ഇതെല്ലാവരും ചെയ്യുന്നല്ല പറഞ്ഞാൽ ഞാനൊരു കോമൺ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞാണ്. പിന്നെ നമ്പർ 2 ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് അവോയ്ഡ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് പരിപാടി ഒരു മൈഗ്രേഷൻ കൺസൾട്ടേഷനാണ് ഏറ്റവും നല്ലത്. ആൻഡ് ദാറ്റ് ടു ഫ്രം ഓസ്ട്രേലിയൻ ബേസ്ഡ് ഫേം. ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് അവർക്ക് അതിനെപ്പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ ഒത്തിരി കൂടുതലായിരിക്കും. ഇപ്പം പിന്നെ ഒരു ക്ലിയർ പ്ലാൻ ലൈക്ക് ഇപ്പം നമ്മൾ ഇപ്പോൾ ദസ് ലോട്ട് ഓഫ് കരിയർ അഡ്വൈസേഴ്സ്, കരിയർ കോച്ചസ്, അങ്ങനെയുള്ള പല സർവീസസും ഇന്ന് അവൈലബിൾ ആണ്. വെദർ ഇറ്റ്സ് ഓൺലൈൻ ഓഫ്ലൈൻ എല്ലാം അവൈലബിൾ ആണ്. യൂസ് ഇറ്റ്. ടോക്ക് ടു സംബഡി ഹൂ ഇസ് ലൈക്ക് അത് ഇതുപോലെ ഒരു ഇമിഗ്രേഷൻ അല്ലെ സ്റ്റഡി അബ്രോഡ് ഫേമിൽ നിന്നാകണ്ട. ടോക്ക് ടു സംബഡി ഇൻഡിപെൻഡൻറ്റ്. അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു റിയലി വാണ്ട് ടു ഡു, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു എൻജോയ് ദ മോസ്റ്റ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ നാച്ചുറലി നമുക്കൊരു ഐഡിയ കിട്ടും നമുക്ക് എന്താ ചെയ്യണം. എന്നിട്ട് അങ്ങനെ ഒരു കരിയർ ചൂസ് ചെയ്യുവാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് ഇതുപോലെ മൈഗ്രേഷൻ അല്ലെങ്കിൽ ഈ സ്റ്റഡി ഹൗസ് നോക്കുമ്പോൾ ആ ഒരു പാഷനും ഇതൊരു കമ്പൈൻ ആകുമോ എന്ന് നോക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം നമുക്കൊരു ക്ലിയർ പാത്ത് ഉണ്ടെന്ന്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ നോർമലി ഒത്തിരി പ്രാവശ്യം ആൾക്കാർ ചെക്ക് ചെയ്യുന്നത് ഈ ഇനിഷ്യൽ ഫേസിൽ ഇതിനൊക്കെ കുറച്ച് പൈസ ആവുമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഐ തിങ്ക് എഡ്യൂക്കേഷൻ ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിനേക്കാളും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല നമ്മുടെ ലൈഫിൽ. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി മേക്ക് ദ റൈറ്റ് ചോയ്സ് ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ചോയ്സിന് ഇവിടെ ഇങ്ങനെ കരിയർ അഡ്വൈസേഴ്സിനോ ഒക്കെ കുറച്ച് പൈസ കൊടുത്താലും ദാറ്റ്സ് ഫോർ യുവർ ഫ്യൂച്ചർ. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പറായിട്ടൊരു ബേസ് ആദ്യം സെറ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്താൽ ഐ എം ഷുവർ എനിബഡി ഹൂ ഡസ് ലൈക്ക് ദാറ്റ് ദ ഫ്യൂച്ചർ വിൽ ബി ബ്രൈറ്റ്. പഴഞ്ചൊല്ലിൽ മാത്രമാണ് പോയ വഴിയെ തെളിച്ചില്ലെങ്കിൽ തെളിച്ച വഴിയെ പോകാന്നുള്ളത്. അല്ല, തെളിച്ച വഴി പോയില്ല, പോയ വഴി തെളിക്കാന്നുള്ളത്. അതിന് പകരം പഠിക്കണതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്യാന്നല്ലേ. അതെ അതെ. മൈഗ്രേഷനാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ട് വരിക എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം സർ. ഇനിയും ഒരുപാട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെയൊക്കെ സഹായിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു. താങ്ക് യു സോ മച്ച്.